മഹല്ല് ജമാഅത്തിന്റെയും SYF-ന്റെയും ആഭിമുഖ്യത്തിൽ ഉണർവ് ഈ മഹല്ലിലുണ്ടാക്കുന്നതിനു വേണ്ടി ചെറുപ്പക്കാരും കാരണവന്മാരുമായ രണ്ടു തലമുറയിലെയും അംഗങ്ങളെ ഒന്നിച്ച് സമാഗമിപ്പിച്ച് അവരെ സജ്ജരാക്കുന്നതിനും പ്രവർത്തനോത്സുകരാക്കുന്നതിനും വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു ക്യാമ്പ് എന്ന നിലക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധം നിങ്ങളുടെ ആവേശത്തിനനുസരിച്ച് ആ ആവേശത്തിൽ ഭാഗവാക്കാകാൻ എനിക്കും നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ആവേശോജ്വലമായി തന്നെ ഒരല്പനേരം സംസാരിക്കാൻ ആഗ്രഹവും താൽപര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു നിവൃത്തിയുമില്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ ക്ലാസ്സിനെ വന്നിട്ടില്ല. ഇന്നിപ്പോ ഈ ആഴ്ചയിൽ ക്ലാസ്സിന് വന്നു 1-2 ക്ലാസ് തുടങ്ങിയപ്പോഴേക്ക് തന്നെ നടത്താനാകാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോ ഞാൻ നിങ്ങളുടെ മുമ്പിലുള്ളത്. ഒന്നുമില്ല, കഫക്കെട്ടും മറ്റൊക്കെ ആയിട്ടുള്ളൊരു പ്രയാസം. അപ്പൊ ആ രീതിയിൽ കുറച്ച് നീണ്ട് സംസാരിക്കുകയോ നിൽക്കുകയോ ചെയ്ത് നീരിറങ്ങിയാൽ കുറെ കൂടി ബുദ്ധിമുട്ടുമെന്നുള്ളത് കൊണ്ട് അത് നിങ്ങളാരും ആഗ്രഹിക്കുകയില്ല എന്നെനിക്കു തന്നെ മനസ്സിലുള്ളതുകൊണ്ടും ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മാതൃകാ മഹല്ല് എന്നതാണ് ഞാൻ അവതരിപ്പിക്കേണ്ട വിഷയം. ഇത് വളരെ ലളിതമാണ്. ഇതിനു മുൻപ് നടന്ന മാതൃകാ കുടുംബം, മാതൃകാ പ്രവർത്തകർ, ഇത് കൂട്ടിച്ചേർത്ത് വായിച്ചാൽ മാതൃകാ മഹല്ലായി. ഇതിപ്പോ നിങ്ങൾ കേട്ടല്ലോ, 4 മണി മുതൽ മാതൃകാ കുടുംബവും മാതൃകാ പ്രവർത്തകനും ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. ഞാൻ വരുമ്പോ നമ്മുടെ ബാക്കവി അവർകൾ മാതൃകാ പ്രവർത്തകനെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത്തരം പ്രവർത്തകന്മാരായി മഹല്ലിലെ ഓരോ പുരുഷന്മാരും വളരുകയും ഉയരുകയും അവരുടെ കുടുംബം അതിനു മുൻപ് അവതരിപ്പിക്കപ്പെട്ട മാതൃകാ കുടുംബമായി പരിണമിക്കുകയും ചെയ്താൽ ഇതുള്ള ഒരു മഹല്ല് മാതൃകാ മഹല്ലായി. ഇതുതന്നെയാണ് മാതൃകാ മഹല്ല് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഞാൻ പഠിച്ചിട്ട് മാതൃകാ മഹല്ല് അവതരിപ്പിക്കാതെ കഴിഞ്ഞാല് ഇപ്പോഴൊന്നും കഴിയില്ല, കുറെ അധികം ആൾക്കാർക്ക് മനസ്സിലാക്കാനും കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിടത്തോളമുള്ള ഈ മഹല്ല് ഇതുതന്നെയാണ് മാതൃകാ മഹല്ല് എന്ന് നമ്മൾ ഓർക്കുക. മഹല്ല് എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് നമുക്ക് ഓടിയത്തെ കാരക്കാപ്പറമ്പിലെ ജുമായി, ഈ ജുമായായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ കഴിയുന്നവരും ഇവിടുന്ന് നിക്കാഹും മറ്റൊക്കെ കഴിക്കുന്നവരും, ഇതാണ് നമ്മുടെ മഹല്ല്. ഇത്തരം ഒരു മഹല്ലിന്റെ പരിമിതമായ തലത്തിലേക്കും അർത്ഥത്തിലേക്കും നമ്മൾ എത്തിപ്പെട്ടതാണ്. ഇസ്ലാമിക സംവിധാനത്തിൽ ഇങ്ങനെ ഒരു മഹല്ലല്ല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഭാവന ചെയ്യുന്നത്. ശരിയായി ചിന്തിച്ചാൽ ലോകമാസകലം നിൽക്കുന്ന ഒരു മഹല്ല്, ഒരു നേതൃത്വം, ഈ നേതൃത്വത്തിന് കീഴിൽ ലോകത്തെ ഏതു ഭാഗത്തും കോണിലുമുള്ള അള്ളാഹുവിന്റെ അടിയങ്ങൾ ജീവിക്കുക, ഇതാണ് ഇസ്ലാമിന്റെ മഹല്ലു സംവിധാനം. ആ വലിയ നേതൃത്വത്തിന് ഇമാം എന്ന് ഇസ്ലാം പറയുന്നു, അള്ളാഹു പേരിട്ടിരിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പ്രത്യേകം ഊന്നി പറഞ്ഞിരിക്കുന്നു. ഈ ഇമാമിനു കീഴിൽ ലോകത്തെ ജനങ്ങളൊട്ടാകെ അവരവർ താമസിക്കുന്ന പ്രദേശത്ത് ഈ ഇമാമിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുക. ഇമാമിന്റെ നിർദ്ദേശമെത്താൻ ഇമാമിന്റെ പ്രതിനിധികളായി ഈ ലോക ഭരണ സംവിധാനത്തിൽ ഓരോ പ്രദേശത്തിനും ആ പ്രദേശത്തെ അമീറുമാർ
അവർക്കു വേണ്ടി ഉപദേശിക്കുന്ന വസീറുമാർ, ഇമാമിന് വേണ്ടി സഹായിക്കുന്ന വസീറുമാർ, ഈ അമീറുമാർക്ക് കീഴിൽ ഓരോ പ്രവിശ്യയിലേക്കും പ്രത്യേക ഭൂമണ്ണിലേക്കും ഓരോ ആമിലുകൾ, ഇതൊക്കെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. ഇവരെല്ലാവരുടെയും കാര്യങ്ങൾ ഇമാമിന്റെ നേതൃത്വത്തിലുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കുക നാട്ടിൽ, ഇതാണ് ഇസ്ലാം കാണുന്ന ശരിയായ ഒരു ഭരണവ്യവസ്ഥിതി. ഇതൊന്നും നമുക്ക് നിരൂപിക്കാൻ കഴിയില്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നീ പ്രമുഖരായ 4 റസൂലുള്ളാഹിന്റെ ഖലീഫമാർ നമ്മളെല്ലാ ഖുതുബകളിലും പേര് പറഞ്ഞ് റളിയല്ലാഹു അൻഹു എന്ന് എല്ലാ മുസ്ലിമീങ്ങളെ കൊണ്ട് ചെല്ലിക്കുന്ന 4 ഖലീഫമാർ. ഇവർക്ക് റളിയല്ലാഹു അൻഹു ചെല്ലാത്തൊരു ഖുതുബല്ല നമ്മളെ പള്ളികളിലെ ഖുതുബയിൽ. ഈ 4 ഖലീഫമാർ ഭരിച്ചിരുന്ന റസൂലുള്ള പറഞ്ഞ 30 വർഷത്തെ ആ ഖിലാഫത്തിന്റെ കാലത്തെ, സാക്ഷാൽ ഖിലാഫത്തിന്റെ കാലത്തെ ഭരണ സംവിധാനമാണ് വാസ്തവത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മഹല്ല്. കാലം കുറെ കഴിഞ്ഞു. റസൂൽ പറഞ്ഞതുപോലെ തന്നെ ഖിലാഫത്തിൽ നിന്നും രാജാധിപത്യത്തിലേക്ക് ലോകവും ഭരണവും വഴിമാറി. രാജാധിപത്യത്തിനനുസരിച്ച് മക്കളും മരുമക്കളും അനുജന്മാരും അനുജപുത്രന്മാരും ജ്യേഷ്ഠപുത്രന്മാരും അടങ്ങുന്ന കുടുംബ വംശാധിപത്യത്തിനനുസരിച്ചുകൊണ്ട് ഇസ്ലാമിക ഭരണം അങ്ങനെ അങ്ങനെ മാറി മാറി വന്ന് അവസാനം ഇത്തരം ഒരു സംവിധാനം തന്നെ ലോകത്തിൽ നിന്നില്ലാതായി. ഇത്തരമൊരവസ്ഥയിൽ ഇന്നത്തെ ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ എന്നിങ്ങനെ തുടങ്ങുന്ന വിവിധ അതിർത്തികൾ നിശ്ചയിച്ചിട്ടുള്ള രാജ്യങ്ങളായി ലോകം വിഭജിക്കപ്പെടുകയും ഈ രാജ്യങ്ങൾക്കൊക്കെ പ്രത്യേകമായ വ്യവസ്ഥിതിയും ഭരണഘടനയും ഭരണ സംവിധാനവും ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഇസ്ലാം കാണുന്ന അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഖിലാഫത്ത് തീർത്തും അപരിചിതമാവുകയും ആർക്കും തിരിയാത്ത ഒന്നായി മാറുകയും ചെയ്തു. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ വണ്ടൂർ മഹല്ല്, കാരക്കാപ്പറമ്പ് മഹല്ല്, ഇതിന്റെ അപ്പുറത്ത് കുറ്റിയിലെത്തിയ വേറൊരു മഹല്ല്, അതിന്റെ തൊട്ടപ്പുറത്ത് വാണിയമ്പലത്തെത്തിയ വേറൊരു മഹല്ല്, ഇവിടെ തന്നെ ചെട്ടിയാറും ഒരു മഹല്ല്, ഇതിന്റെ അപ്പുറത്ത് വേറൊരു മഹല്ല്. ഇതാപ്പം നമ്മൾ കാണുന്ന മഹല്ല് സംവിധാനം. ഈ മഹല്ല് സംവിധാനത്തിൽ നിന്നും ഭിന്നമായി ബ്രിട്ടീഷുകാർ രാജ്യം ഭരിക്കുന്ന കാലത്തും നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയ കാലത്തും ഒരു മഹല്ല് സംവിധാനമെങ്കിലും ഉണ്ടായിരുന്നു. ഏറെക്കുറെ ഒരു നാട് ഒരു മഹല്ലായി നിൽക്കുക. ഒരു നാട് എന്ന് പറഞ്ഞാൽ എന്താ? നാട് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക അതിർത്തിയൊന്നുമില്ല. ഇവിടുന്ന് വിട്ടാ നിങ്ങളെവിടെയാന്ന് ചോദിച്ചാൽ ഏത് നാട് പറഞ്ഞാലും അറിയാന്ന് വെച്ചാൽ അത് തന്നെ നാട്. അപ്പൊ നമ്മളൊക്കെ സംബന്ധിച്ച് കാരക്കപ്പറമ്പുകാരാവട്ടെ, ചെറ്റാർമക്കാരാവട്ടെ, കുറ്റിക്കാരാവട്ടെ, നിങ്ങളെവിടെയാന്ന് വെച്ചാൽ എവിടെയാ നമ്മൾ പറയാ? വണ്ടൂരെന്നാ പറയാ. രാജ്യത്തിന്റെ പുറമേക്ക് വിട്ടാൽ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞെന്ന് വരും. മൊത്തത്തിൽ നമ്മുടെ ഈ ദേശത്ത് നിന്നും വിട്ട് കുറച്ച് അപ്പുറത്തും പുറത്തും അല്പം അകലൊക്കെ പോയാൽ നമ്മൾ എവിടെയെന്ന് ചോദിച്ചാൽ വണ്ടൂർക്കാരെന്ന് പറയും. ഇപ്പൊ വണ്ടൂർ എന്ന് പറയുന്നത് ഒരു വലത് തന്നെയാണ്. ശരിക്കും ഒരു രാജ്യത്തിന്റെയും ഒരു പ്രദേശത്തിന്റെയും മിക്കവാറും എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വലത്. ഇത്തരം ഒരു വലതിൽ ഒരു മഹല്ല് സംവിധാനമായിരുന്നു കുറച്ചു കാലം മുൻപ്, ഒരു 10, 20, 25 കൊല്ലം മുൻപ് നമ്മളെ മുസ്ലിമീങ്ങളും കാരണവന്മാരും ഒക്കെ നിരൂപിച്ചാൽ കിട്ടുന്ന മഹല്ല്. നമ്മളൊക്കെ കുട്ടിക്കാലം എന്ന് ആലോചിച്ചാൽ തന്നെ മതി, അതിലും കീഴ്പ്പെട്ടുള്ളവർക്ക് ഇത് മനസ്സിലാകാതിരിക്കുള്ളൂ. കുറച്ച് പ്രായമുള്ളവർ ആലോചിച്ചാൽ വണ്ടൂര് പള്ളിക്കുന്നുമത്തെ മഹല്ലാണല്ലോ ഏതാണ്ട് കവിഞ്ഞിട്ടുള്ള നമ്മളെ വണ്ടൂരും എല്ലാം. ഇന്നും അങ്ങനെ അല്ലാഞ്ഞിട്ടല്ല പറയുന്നത്. പള്ളിക്കുന്നുമല മഹല്ല് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ മനസ്സിലാക്കിയതെങ്കിൽ വണ്ടൂര് മഹല്ലിന്റെ സ്ഥിരാകേന്ദ്രം ജുമുഅ അവിടെ, എല്ലാം അവിടെ ഇങ്ങനെ പോരുന്ന ഒരു സംവിധാനമാണ് നമ്മൾ മനസ്സിലാക്കുക. ഇത് ഞാൻ വണ്ടൂരിനെ പറയല്ല, മമ്പാടും അങ്ങനെ. മമ്പാടാകെ ഒരു മഹല്ല്. പിന്നെ മമ്പാട് പണ്ട് രണ്ട് നില 2 ജുമായും പള്ളിയൊക്കെ കുറച്ചു കാലം, അതിന്റെയും കുറച്ചു കാലം മുമ്പേ ഉണ്ട്. എന്നാലും ഒരു അങ്ങാടി എന്ന് പറയുന്നത് ആ ടൗൺ കേന്ദ്രീകരിച്ചിട്ട് ഒരു മഹല്ല് സംവിധാനം. ഇങ്ങനെ ഏതു പ്രദേശത്തും വിശാലമായ ആ രാജ്യത്ത് ഒരു മഹല്ല് എന്ന സംവിധാനമാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇവിടുന്ന് വിട്ടിട്ട് നമ്മളെ കുറച്ചുകൂടി സൗകര്യത്തും കുറച്ചുകൂടി എത്തിപ്പോയി. ഇതൊക്കെ വേണ്ടാത്താന്നല്ല പറഞ്ഞു, കാലത്തിനനുസരിച്ച് ഇങ്ങനെ വന്നു പോകുന്നതാണിത്.
ഇപ്പൊ പള്ളിക്കുന്നമല ജുമാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കാരക്കുറുമ്പെന്ന് ജുമാക്ക് പോകുന്നവരൊക്കെ പള്ളിക്കുന്നോ പോകണമെന്ന് പറഞ്ഞാൽ ആരെ കിട്ടും പോകാൻ? വല്ലാതെ ആരും കിട്ടില്ല, കുറഞ്ഞ ആൾക്കാരൊക്കെ പോയി എന്ന് വരും. അപ്പൊ ജുമാ നടക്കണമെങ്കിൽ തന്നെ കുറച്ച് ദൂരം നടക്കേണ്ടതില്ലാത്ത ഒരു പ്രദേശത്ത് ഒരു പള്ളിയിൽ ഒത്തുകൂടാൻ സൗകര്യം കിട്ടിയെങ്കിലേ ഇപ്പൊ ജുമാക്ക് പോലും നമ്മൾ കൂടും. ഇങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ ജുമാകള് ചില്ലി കള്ളിയിലൊക്കെ ജുമാ നടത്തേണ്ടി വരുന്നത്. ഇത് പണ്ഡിതന്മാരോടും ആലിമീങ്ങളോടും ചോദിച്ചാൽ ആ ആലിമീങ്ങളും പണ്ഡിതന്മാരും കിതാബിലോ ഫിഖ്ഹിലോ വല്ല വകുപ്പും ഉണ്ടെങ്കിൽ അവരത് ഉണ്ടാക്കി തരും ചെയ്യും. അങ്ങനെ ഉണ്ടാക്കി തരണം, അല്ലെങ്കിൽ നാട്ടുകാർ വലിയ കുഴപ്പത്തിലാവുമല്ലോ. അപ്പൊ ആ വിധത്തിൽ ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ മഹല്ലിന്റെ പരിധികൾ ചുരുക്കി വന്നിട്ട് കള്ളികളിലൊക്കെ ജുമാ ഉണ്ടാക്കി വന്നു നോക്കുമ്പോൾ ഈ ജുമായുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ നമ്മുടെ മഹല്ല്. അപ്പൊ നമ്മൾ മഹല്ല് എന്ന് പറയുമ്പോൾ, മാതൃകാ മഹല്ല് എന്ന് പറയുമ്പോൾ മാതൃകാ കാരക്കാപ്പുറമ്പ് എന്നപ്പോ നമ്മളെ മനസ്സിൽ ഇതേ ഓടിത്തുള്ളൂ. മാതൃകാ വണ്ടൂരെന്നും കൂടി നമ്മൾ ചിന്തിക്കില്ല. മാതൃകാ കാരക്കാപ്പുറമ്പ്, കുറച്ചപ്പുറത്ത് എന്നാ മാതൃകാ കുറ്റി, പിന്നെ കുറച്ചപ്പുറത്ത് എന്നാ മാതൃകാ തൊണ്ടി. ഇങ്ങനെ നമ്മളെ മഹല്ല് സംവിധാനം. അപ്പൊ ഒരു ജുമാഅത്ത് പള്ളിയും ആ ജുമാഅത്ത് പള്ളിയിൽ ജുമാഅത്ത് കൂടുന്നവരും ഒത്തുചേർന്ന് അവിടെ ജുമാഅത്ത് നേതൃത്വം നൽകുന്ന ഇമാമോ ഖതീബോ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ ജമാഅത്തിനെയും ജുമുഅയെയും ജുമുഅ നടക്കുന്ന കേന്ദ്രത്തെയും അവിടുത്തെ മദ്രസകളെയും ഒക്കെ ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനവും. ഇതാണ് ഇപ്പോൾ നമ്മൾ മഹല്ല് എന്നാ കാണുന്നത്. ഇതിന്റെ അപ്പുറത്തേക്ക് പിന്നെ നമുക്ക് മഹല്ല് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ മഹല്ല് സംവിധാനം തന്നെയും പരിശുദ്ധ ഇസ്ലാം എത്ര വ്യവസ്ഥാപിതമായി, എത്ര സുന്ദരമായാണ് സംവിധാനം ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് വിലയിരുത്താൻ ഞാൻ 1-2 ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഒരു ജുമുഅ ഈ മഹല്ലിൽ നിർണയിച്ചു കഴിഞ്ഞാൽ ആ മഹല്ലിന്റെ അടിസ്ഥാനത്തിലുള്ള ജുമുഅക്ക് നമ്മൾ വെള്ളിയാഴ്ചകളിൽ ഒത്തുകൂടുന്നത് എന്തിനാണ്? ആഴ്ചയിലൊരിക്കൽ ഈ മഹല്ല് സംവിധാനത്തിലെ എല്ലാ പൗരന്മാരും, പ്രായപൂർത്തി വന്നവർ നിർബന്ധമായും അള്ളാഹുവിങ്കൽ കുറ്റം കിട്ടും കൂടിയില്ലെങ്കിൽ പ്രായപൂർത്തി വന്നിട്ടുള്ള എല്ലാ പുരുഷന്മാരും ഒരു വെള്ളിയാഴ്ചയിൽ ഒത്തുകൂടി സമ്മേളിച്ചിട്ട് ഒരു ഇമാമിന്റെ നേതൃത്വത്തിൽ തന്നെ അവർ അള്ളാഹുവിനെ വണങ്ങുകയും അള്ളാഹു നിർദ്ദേശിച്ച ഭാഷയിൽ, അള്ളാഹു നിർദ്ദേശിച്ച രീതിയിൽ, അള്ളാഹു നിർദ്ദേശിച്ച ഖുത്ബ നിർവഹിക്കുകയും ഈ ഖുത്ബയോട് ബന്ധപ്പെട്ട് നമസ്കാരം അള്ളാഹു നിർദ്ദേശിച്ച അതേ രീതിയിൽ നിർവഹിക്കുകയും ചെയ്തിട്ട് അവരുടെ ബന്ധവും ഐക്യവും യോജിപ്പും അവർ എല്ലാ ആഴ്ചയും അനിവാര്യമായും പുതുക്കിക്കൊണ്ടിരിക്കണം. ബാങ്ക് കേൾക്കുന്ന അത്രയും ദൂരെ നിൽക്കുന്ന ആൾക്കാർ 5 നേരത്തെ ജമാഅത്തുകളിലും ഇതേ രൂപത്തിൽ ഒരു ഇമാമിന്റെ കീഴിൽ ഒത്തുചേർന്ന് അള്ളാഹു നിശ്ചയിച്ച 5 നേരത്തെ നിസ്കാരം അള്ളാഹ് നിശ്ചയിച്ചു തന്ന വ്യവസ്ഥയിൽ തന്നെ നിർവഹിച്ചിട്ട് 5 നേരവും ഈ ഐക്യവും ഇതേ രീതിയിലുള്ള യോജിപ്പും ഇതേ രീതിയിലുള്ള കൂടിച്ചേരലുകളും നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം. ദിവസേന 5 നേരം കഴിയാവുന്ന പള്ളിയുടെ ചുറ്റുവട്ടത്തുള്ള, പള്ളിയിൽ നിന്ന് തൊള്ളവാങ്ക് കൊടുത്താൽ കേൾക്കാവുന്ന ദൂരത്തുള്ള ആൾക്കാർ അത് കേട്ടിട്ട് ഒത്തുകൂടുക എന്ന വ്യവസ്ഥയിൽ ഒരു 5 നേരം കൂടുകയും, തൊള്ളവാങ്ക് പള്ളിയിൽ നിന്ന് കൊടുക്കുമ്പോഴല്ല, ആറൊഴിഞ്ഞ നേരത്ത്, എല്ലാ ശബ്ദവും അടങ്ങിയ നേരത്ത് നല്ല ശബ്ദം ഉയർന്ന ഒരാൾ മഹല്ലിന്റെ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് ബാങ്ക് കൊടുത്താൽ ആ ബാങ്ക് കേൾക്കാവുന്ന ദൂരത്തിൽ നിന്ന് എത്താവുന്നവർക്ക് മുഴുക്കെ വെള്ളിയാഴ്ചയിൽ ആഴ്ചാന്തം ഒരിക്കൽ പള്ളിയിൽ ജുമുഅക്ക് കൂടിയിട്ട് അവരെല്ലാവരും അള്ളാഹു നിശ്ചയിച്ച വിധം ഒന്ന് കൂടിപ്പിരിയണമെന്ന വ്യവസ്ഥയും തന്നെ ചിന്തിച്ചാൽ ഇസ്ലാം മതം എന്നത് നിലനിർത്താൻ സാമൂഹികമായി ഒത്തുചേർന്നുകൊണ്ട് നമ്മൾ കൂടിപ്പെരുമാറുന്നതിനും കൂടിച്ചേരുന്നതിനും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന മഹത്തായ പ്രതിഫലവും സ്ഥാനവും എന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കും. ഇതിപ്പോ നമുക്ക് നിർബന്ധമുള്ള 5 നേരത്തെ കൂടാൻ കഴിയുന്ന ഒരു കൂടലും ഒരാഴ്ചക്കുള്ളിൽ ജുമാക്ക് കൂടാൻ കഴിയുന്ന ഒരു കൂടലും. ഇതിനർത്ഥം എന്താണ്? ഇസ്ലാം മതം എന്നത് അള്ളാഹുവിന്റെ ഒരു ദീനായി ഈ ലോകത്ത് സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ ഇത് നിലനിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങൾ പ്രാദേശികാടിസ്ഥാനത്തിലും മഹല്ലടിസ്ഥാനത്തിലുമെങ്കിലും ഇങ്ങനെ ഒത്തുചേർന്ന് ഇസ്ലാമിന്റെ ചിഹ്നം വെളിപ്പെടുന്ന രീതിയിൽ അള്ളാഹു നിശ്ചയിച്ച ഇബാദത്തുകൾ ഈ ലോകത്ത് പ്രാദേശികമായി നടത്തിക്കൊണ്ടുവരണം.
ഇത് നമ്മൾ കൂടിച്ചേരാനും ചർച്ച ചെയ്യാനും ഒത്തുകൂടാനും അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയുടെ ഒരു വല്ലാത്ത മാതൃകയാണ്. ഈ മാതൃക കുറച്ചുകൂടി വിപുലപ്പെടുത്തുകയാണല്ല, വെറും ജുമാ ജമാഅത്തുകളിലല്ല. ശരിയായ ഒരു പള്ളി ജുമുഅയും നടത്തി വരേണ്ടത് ഒരു ബലദിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതാണ് ആദ്യ സംവിധാനം. ഇപ്പൊ നമ്മൾ കൂടി ചേർന്നപ്പോ അനിവാര്യതയുടെ പേരിൽ അങ്ങനെയൊക്കെ ജുമുഅ തുടങ്ങുന്നത്. ഒരു നാട് എന്നതിനെ അള്ള വ്യവസ്ഥ ചെയ്തത് നോക്കി നിങ്ങൾ. ആ നാട്ടിൽ നിർബന്ധമായ സ്വത്തിന്റെ സക്കാത്ത് ആ നാടിന്റെ പരിധി വിട്ട് നീക്കാൻ പാടില്ല, അന്നാട്ടിൽ തന്നെ കൊടുക്കണം. നമ്മൾ അന്നാന്റെ വ്യവസ്ഥകൾ ചിന്തിച്ചു നോക്കണത്. എന്നൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനില്ലേ. സക്കാത്ത് കൊടുക്കുന്നതും കിട്ടുന്നതും മാത്രമല്ല, ഇതിൽ നിന്ന് നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാനില്ലേ. ഈ നാട്ടിലെ ആ നാടിലെ സ്വത്തിന്റെ സക്കാത്ത് ആ നാടിലുള്ള ആളുകളെ വിട്ട് നീക്കുക എന്നത് ഹറാമാണ്. സക്കാത്ത് അങ്ങനെ നീക്കാൻ പാടില്ല. അന്നാട്ടിലുള്ളവർക്ക് ആ നാട്ടിലെ അവകാശികൾക്ക് ആ നാട്ടിലെ സക്കാത്ത് കൊടുത്തോണം. ഇതിപ്പോ കാരക്കാപ്പുറമ്പിന് മാത്രം ബാധകല്ലേ അങ്ങനെ മനസ്സിലാക്കുന്നത്. ഞാൻ മഹല്ലൊന്ന് വിട്ട് നാട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഒരു നാടാണ് കുറച്ചെങ്കിലും പരിമിതപ്പെട്ട ജുമുഅ നിർബന്ധമാകുന്ന ഒരു മഹല്ല് സംവിധാനം. ഇതിപ്പോ നമ്മൾ കുടുങ്ങിയിട്ടുള്ളതാണ്. കാരക്കാപ്പറമ്പ്, തൊണ്ടി, കുറ്റി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് കൂടുന്നത് ജുമുഅ നടക്കട്ടെ എന്നെഴുതിയിട്ടുള്ള ജുമുഅയാണ്. ഈ നാട് സംവിധാനത്തിൽ അള്ള വ്യവസ്ഥ ചെയ്തതാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ സക്കാത്ത് വണ്ടൂർ എന്ന നാടിന്റെ പരിധിയിൽ എവിടെയും കൊടുക്കാം, നാട് വിട്ടു കൊടുക്കരുതെന്നേ ഉള്ളൂ. എന്നാലും വണ്ടൂർ എന്ന നാട് കേന്ദ്രമാക്കി ഒരു ജുമുഅ സംവിധാനിച്ച ഇസ്ലാം ആ നാടിന്റെ അപ്പുറത്തേക്ക് അവിടുത്തെ സക്കാത്ത് ഒഴുകാൻ പാടില്ല എന്ന് വിധിച്ചതിൽ എന്താണ് തത്വം? ഇനി സക്കാത്തോ വലിയൊരുനാളിൽ നിന്ന് ഒരു ഉദുഹിയത്തറുത്താൽ ആ ഉദുഹിയത്തിൽ നിന്ന് അല്പമെങ്കിലും സ്വതക്ക ചെയ്യൽ നിർബന്ധമാണ്. നീർച്ചയാക്കപ്പെട്ടതോ ഉദുഹിയത്തായി നിശ്ചയിക്കപ്പെട്ടതോ ആണെങ്കിൽ മുഴുവനും സ്വതക്ക ചെയ്യൽ നിർബന്ധമാണ്. അതൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ, കൊല്ലത്തിൽ ഊട്ടിയിട്ടുണ്ട്. ആ ഉദുഹിയത്തിന്റെ മാംസം വിതരണം ചെയ്യൽ നിർബന്ധമായ ഭാഗം എവിടെ വിതരണം ചെയ്യണം? നാട്ടിൽ വിതരണം ചെയ്യണം. നാടിന്റെ അപ്പുറത്തേക്ക് അത് വിതരണം ചെയ്താൽ സാധുവല്ല, ഹറാമാണ്. ഹറാം നമ്മൾ മനസ്സിലാക്കണം. വിതരണം ചെയ്യുന്നത് നാടിന്റെ പരിധി വിട്ടുകൊണ്ട് വിതരണം ചെയ്യൽ നിർബന്ധമായ ഭാഗം കൊടുത്തയച്ചാൽ പറ്റില്ല. വിതരണം ചെയ്യൽ നിർബന്ധമായ ഭാഗം നാട്ടിൽ കഴിഞ്ഞ് അവനാനിഷ്ടം പോലെ എടുക്കാവുന്ന ഭാഗം കൊടുത്തേക്കണേലൊന്നും കുഴപ്പമില്ല. പക്ഷെ വിതരണം ചെയ്യേണ്ട സംവിധാനം അല്ലാഹു നിർബന്ധമാക്കിയത് എവിടെയാണ്? അതേ നാട്ടിൽ. ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു ഉദഹിയത്തിന്റെ മാംസം ആ നാട്ടിൽ നിന്ന് അപ്പുറം വിതരണം ചെയ്യാൻ പാടില്ല എന്ന് പാസാക്കിയ ശറഅ് വല്ലാത്ത കുടുസായ ശറഅാണ്. അള്ളാന്റെ ദീന് വല്ലാത്ത ഇടുക്കമാണ് എന്നല്ല നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത്. ആ നാട്ടുകാരുടെ മേലിൽ അവകാശപ്പെട്ട ഒരു ബലിമൃഗം എന്ന നിലക്ക് അള്ളാഹു നമ്മോട് ശാസിടാൻ വേണ്ടി തന്നെ നിർദ്ദേശിച്ച, അള്ളാഹുവിന് വേണ്ടി നിയ്യത്ത് ചെയ്ത് അറക്കാൻ മാത്രം നിർദ്ദേശിക്കപ്പെട്ട ആ വിധത്തിൽ അള്ളാഹുവിന് വേണ്ടി അറക്കാൻ സന്നദ്ധരാണെന്ന് നമ്മെ കൊണ്ട് സന്നദ്ധത തെളിയിപ്പിക്കാനുള്ള വ്യവസ്ഥ ചെയ്ത അമ്മാംസം നമ്മൾ തിന്നുമ്പോ അതുപോലും ആ മഹല്ലിന്റെ പരിധി വിട്ട് ആ നാടിന്റെ പരിധി വിട്ട് അപ്പുറത്തേക്ക് ഒഴുകരുതെന്ന് അള്ളാഹു വ്യവസ്ഥ ചെയ്താൽ അതിനർത്ഥം അന്നാട്ടിലെ സമ്പന്നരുടെ സമ്പത്തുകൊണ്ട് ആ നാട്ടിലെ സാധുക്കൾ, അന്നാട്ടിലെ അറുത്ത അറവുകാരുടെ മാംസം കൊണ്ട് അന്നാട്ടിലെ സാധുക്കൾ, അന്നാട്ടിലെ സക്കാത്തിന്റെ അവകാശികൾ എന്ന നിലയ്ക്ക് അള്ളാഹു നിശ്ചയിച്ച സാധുക്കൾ, അന്നാട്ടിലെ സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട മുതലിന്റെ സക്കാത്ത് ആസ്വദിച്ചുകൊണ്ട് അന്നാട്ടിലെ സാധുക്കൾ, ഈ വിധത്തിൽ മഹല്ല് സംവിധാനത്തിൽ ദാരിദ്ര്യമില്ലാതാക്കാനും പട്ടിണിയില്ലാതാക്കാനും മാംസം ആഹരിക്കുക പോലുള്ള ശരിയായ കാര്യങ്ങൾ പോലും നിർവഹിക്കാനും അല്ലാഹു മഹല്ലിന്റെ സംവിധാനം നിജപ്പെടുത്തുമ്പോൾ, നാടിന്റെ സംവിധാനം നിജപ്പെടുത്തുമ്പോൾ ബാധ്യത ചെറുതല്ല എന്ന് നമ്മൾ ഓർക്കണം. സാമ്പത്തികമായി വലിയ ബാധ്യത മഹല്ലിന്റെ അടിസ്ഥാനത്തിൽ നമുക്കുണ്ട്. ദാരിദ്ര്യം ഈ പ്രദേശത്തില്ലാതാക്കേണ്ട ബാധ്യത ഒരു നാട്ടുകാരെന്ന നിലയ്ക്ക് ഈ നാട്ടിലെ സമ്പന്നർക്കുണ്ട്. അങ്ങനെ എല്ലാ നാടും ഈ വിധത്തിൽ ഈ കടമകൾ പാലിച്ച് ധർമ്മങ്ങൾ നിറവേറ്റിക്കൊണ്ട് ശരിയായ വിധം മുന്നോട്ട് നീങ്ങിയാൽ നാട്ടിലെവിടെ വിഷമുണ്ടാകും? ഒരു നാട്ടിലെ ഇല്ലാത്തവരെ അറിയാത്തവർ ആ നാട്ടുകാരെ പോലെ വേറെ ആരെങ്കിലും അറിയോ? ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണത്? എടക്കർന്ന് എഴുത്തേറ്റൊരാള്, അപ്പുറം ഏതോ വടകർന്ന് എഴുത്തേറ്റൊരാള്, ആ മഹലിന്റെ എഴുത്തുണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് സംഖ്യ
ലെറ്റർ പേഡ് കട്ടുണ്ടാക്കുക, സീല് കട്ടുണ്ടാക്കുക, എല്ലാം ഇപ്പം വ്യാജം നിർമ്മിക്കാം. ഇങ്ങനെ വ്യാജം നിർമ്മിക്കാവുന്ന കാലത്ത് ഓരോരോ പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്നത്, വീടില്ലാത്തത്, മറ്റേത് മറിച്ചത് എന്ന് പറഞ്ഞിട്ട് ഓരോരോ സഹായത്തിന്റെ അപേക്ഷകൾ. ഈ അപേക്ഷകളിൽ പലതും സത്യമാകാം, കുടുങ്ങിയിട്ടുള്ളവരുണ്ടാകാം, നാടിൽ നിന്ന് സഹായം വിവിധ തരത്തിൽ നിഷേധിക്കപ്പെട്ടിട്ടുള്ള ആളുകളുണ്ടാകാം. അവരൊക്കെ സഹായിക്കേണ്ടെന്നോ സഹായിച്ചാൽ പുണ്യം കിട്ടില്ലെന്നോ അല്ല ഞാൻ പറയുന്നത്. എങ്ങനെയും സഹായിക്കാം. വ്യാജമായിട്ട് വരുന്നവരെ സഹായിച്ചാലും നമുക്ക് അല്ലാഹു പുണ്യം തരും, നമ്മുടെ വിചാരത്തിന് പുണ്യം തരും. അതൊന്നും കരുതിയിട്ട് ആരും കൊടുക്കാതെ കണ്ട. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഒട്ടകത്തിന്റെ കുളമ്പിന്റെ എല്ലും ആ എല്ലിൻ മേൽ നിൽക്കുന്ന മാംസവും മാത്രമേ നിങ്ങളുടെ കയ്യിൽ വിതരണം ചെയ്യാനുള്ളൂവെങ്കിൽ അത് നിങ്ങൾ വിതരണം ചെയ്യുന്നത് നിങ്ങളോട് വന്ന് ചോദിക്കുന്ന ആൾ കുതിരപ്പുറത്തു വന്നവനാണെങ്കിലും കൊടുത്തോ ശഫീഉനാ റസൂലുള്ളാഹി. കുതിര എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാതിരിയല്ല. അന്ന് കുതിര എന്നറിയുന്നത് ഇന്നത്തെ ഏറ്റവും മുന്തിയ കാറിന്റെ ഒരു മറ്റേ കാറെന്നൊക്കെ നമ്മൾ പറയില്ല, ആഡംബരക്കാറെന്നൊക്കെ. ഈ ആഡംബരക്കാറെന്നൊക്കെ ഇന്ന് പറയുന്ന ആ സംവിധാനമാണ് അന്ന് കുതിര. അന്നതാ കുതിര ബദരീങ്ങൾക്ക് ആകെ 2 കുതിരയാണ്. ബദർ യുദ്ധത്തിൽ 2 കുതിര എന്ന് വെച്ചാൽ അത്ര പരിമിതമാണ് ആഡംബര വാഹനം. ആഡംബര വാഹനമായ ആ വാഹനപ്പുറത്താണ് ഒരു യാചകൻ വന്നിട്ട് നിന്നോട് ചോദിക്കുന്നത്. അയാൾക്ക് കൊടുക്കാൻ നിന്റെ കയ്യിലുള്ളത് ഒട്ടകത്തിന്റെ കുളമ്പിന്റെ എല്ല, ചുട്ടയല്ലേ. ആ കുളമ്പിന്റെ ഇടയിലുള്ള ഭാഗത്തൊരു ലേശം മാംസം അതിലുണ്ടാവുള്ളൂ. അത് കടിച്ച് നിറച്ച് തോണ്ടിയെടുത്തിട്ട് തിന്നണം. അതാണ് എന്റെ കയ്യിൽ കൊടുക്കാനുള്ളൂവെങ്കിൽ അത് കൊടുക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അപ്പോ എവിടെന്നെങ്കിലും വന്നാ സഹായിക്കണ്ടെന്നോ, വേഷം നന്നായിക്കണ്ട സഹായിക്കണ്ടെന്നോ, അതിന് പുണ്യമില്ലെന്നോ അല്ല. സഹായിക്കൽ നമുക്ക് കടമയാണ്. പക്ഷേ ഈ സഹായഹസ്തം അതത് പ്രദേശത്തെ പാവപ്പെട്ടവരെയും അതത് പ്രദേശത്തെ അവകാശികളെയും വീടില്ലാത്തവരെയും പെൺമക്കളെ കൊണ്ട് കുടുങ്ങുന്നവരെയും കുട്ടികളെ പോറ്റാൻ ഗതിയില്ലാത്തവരെയും അമ്മഹല്ലിലുള്ള ആളുകൾ തിരിച്ചറിഞ്ഞ് അതിലൊരു പ്രത്യേക കാര്യമോ പ്രത്യേക ചിന്തയോ അവരെങ്ങനെയാണ് എന്നൊന്നും ചിന്തിക്കാതെ പട്ടിണി കിടക്കുന്ന പച്ച ആത്മാവ് അല്ലാഹു നൽകിയ പാവങ്ങളാണ്. പച്ച ആത്മാവ് അവർക്കുണ്ട്. റസൂലുള്ളാഹിന്റെ പ്രയോഗം അതാണ്, റൂഹ് റസൂബ്, പച്ച ആത്മാവ്. പച്ച ആത്മാവുള്ള, പച്ചക്കരളുള്ള. ഒരു ഹദീസിന്റെ പ്രയോഗം അങ്ങനെയാണ്, പച്ചക്കരളുള്ള. അല്ലാത്ത പ്രയോഗമല്ല. പച്ചക്കരളുള്ള ഒരു സാധുവാണ്, ഒരു നിർധനനാണ് നിന്റെ നാട്ടിലെങ്കിൽ, പച്ച റൂഹുള്ള ഒരാളാണ് നിന്റെ നാട്ടിലെങ്കിൽ, അത്തരം ഒരാൾക്ക് മറ്റൊരു പരിഗണനയും നോക്കാതെ അതുതന്നെ നിർധനത്വം തന്നെ പരിഗണിച്ചുകൊണ്ട് നിങ്ങളുടെ മഹല്ലു സംവിധാനത്തിലെ നിങ്ങളുടെ സഹോദരന്മാരായ മുസ്ലിം സഹോദരങ്ങളെയും കുടുംബത്തെയും നിങ്ങൾ സംരക്ഷിച്ചു വരിക ഒരു മഹല്ലു സംവിധാനത്തിന്റെ ബാധ്യതയാണെന്ന് അല്ലാഹുവിന്റെ റസൂലും ഇസ്ലാമും നമ്മെ നിർദ്ദേശിക്കുമ്പോ ഈ മഹല്ലു സംവിധാനം നമ്മളൊന്നിങ്ങനെ നിരൂപിച്ചു നോക്കി എത്ര ചന്തം, എന്തൊരഴകുറ്റ സംവിധാനം. ഈ സംവിധാനത്തിൽ ഓരോ മുസ്ലിം പ്രദേശവും പോയാൽ നമുക്കെന്താണ് കുഴപ്പം? ഒരു കുഴപ്പമല്ല, എവിടെയും കുഴപ്പം വരില്ല. ഒരു നേതൃത്വം വേണം. ഇതൊക്കെ ആക്കിവെച്ചാൽ കുറച്ച് ആള് വേണം എന്ന് മാത്രം. ആക്കിവെച്ചാളോട്ടാണ് എന്റെ പ്രശ്നം. ഈ ആക്കിവെച്ചാളുള്ളത് ചോദ്യം ചെയ്യപ്പെടാത്ത ശറഇന്റെ ബലമുള്ള ഒരു നേതൃത്വമാണെങ്കിൽ അതൊരു പ്രശ്നമല്ല. പക്ഷെ ഏത് നേതൃത്വമാണെങ്കിലും ആ നേതൃത്വത്തിന്റെ മുൻപിൽ വരുന്ന പ്രലോഭനവും പ്രശ്നവും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് ചൂണ്ടിക്കാണിച്ചതും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്താണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുന്നതെന്ന് ഓർക്കുമ്പോഴേ മഹല്ല് സംവിധാനത്തിൽ ഭരണ നേതൃത്വത്തിലിരിക്കുന്ന നേതൃത്വത്തിന്റെയും ആ നേതൃത്വത്തിന്റെ നേതൃത്വത്തിലിരുന്ന ഖാദിയുടെയും ഒക്കെ ഇന്നത്തെ ചുറ്റുപാടും ഇന്നത്തെ പരിതസ്ഥിതിയും നമുക്ക് ഓർക്കാൻ കഴിയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ വിവരിക്കുന്നത് നോക്കൂ. മാ ബഅസല്ലാഹു മിൻ നബിയ്യിൻ വലസ്തു ഖലിഫ മിൻ ഖലീഫ. അല്ലാഹു ഒരൊറ്റ പ്രവാചകനെയും ഈ ലോകത്തേക്ക് അയച്ചിട്ടില്ല. ഞാനടക്കമുള്ള ഒരു നബിയെയും അല്ലാഹുവിന്റെ റസൂൽ പറയാം അല്ലാഹു അയച്ചിട്ടില്ല. വലസ്തു ഖലിഫ മിൻ ഖലീഫ. നബിയുടെ പ്രതിനിധിയായിട്ട് ഒരു ഖലീഫനെയും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഭാഗത്ത് നിന്ന് ഖലീഫയായി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടോ മുൻഗാമി തെരഞ്ഞെടുത്തിട്ടോ ഒരു ഖലീഫയും നിയമിക്കപ്പെട്ടിട്ടുമില്ല. ഇല്ലാ വലഹു
ബിത്വാനത്താൻ, രണ്ട് പ്രത്യേകക്കാരും രണ്ട് കൂട്ടക്കാരും രണ്ട് രഹസ്യത്തിന്റെ ആളുകളും അവർക്കുണ്ടായിട്ടല്ലാതെ റസൂലുള്ളാഹിന്റെ വാക്കിന്റെ പ്രയോഗം. രണ്ട് രഹസ്യക്കാർ, ഏതു സമയത്തും കയറി ചെല്ലാൻ പറ്റുന്ന രഹസ്യക്കാർ ഭരണാധികാരികൾക്കുണ്ടാകും. ഇത് നബിയാണെങ്കിൽ എനിക്കുമുണ്ട്, എന്റെ ശേഷം ഖലീഫമാർ ആര് വന്നാലും അവർക്കുമുണ്ട്, നമ്മുടെ മാലിന്യ പർവ്വത്തിൽ വരുന്ന കാളിക്കുമുണ്ട്, നമ്മുടെ മഹല്ലിൽ വരുന്ന ഖത്തീബിനുമുണ്ട്, നമ്മുടെ മഹല്ലിൽ ഭരിക്കുന്ന ഭരണ സംവിധാനത്തിന്റെ മുന്നോടിയിൽ നിൽക്കുന്നത് ആരാണെങ്കിൽ ആ കാരണവന്മാരെ ഭരണമാണെങ്കിൽ കാരണവന്മാർക്കും, കമ്മിറ്റി ഭരണമാണെങ്കിൽ കമ്മിറ്റിക്കാർക്ക്, ഇവർക്കൊക്കെയുമുണ്ട്. മഹല്ല് സംവിധാനത്തിന്റെ ഈ ഏറ്റവും പ്രത്യേകമായ രണ്ട് പ്രധാന ഭാഗമാണ് റസൂലുള്ളാഹി വിവരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം. ബിത്വാന ലാ തത്തഖിദൂ ബിത്വാനതൻ മിൻ ദൂനില്ലാഹ് എന്ന് ഖുർആനിൽ ആയത്തുണ്ട്. അല്ലാഹുവിന്റെ പുറമെ ഒരു സ്വന്തക്കാരെ നിങ്ങളാക്കി വെക്കരുത്. രാത്രിയിലും കയറി വരാ, എപ്പോഴും കയറി വരാ, സ്വകാര്യം പറയാം, ഒരു പറഞ്ഞ് നിങ്ങളും കേൾക്കും. അങ്ങനത്തെ കൂട്ടരുന്നായി വിധാനത്തിൽ തന്നെ അർത്ഥം. അതായത് സ്വന്തക്കാർ നമ്മൾ പറയണ കൂട്ടര് രഹസ്യത്തിനും ഒക്കെ വന്നിട്ട് ഉപദേശിക്കുന്ന ഉപദേഷ്ടാക്കൾ. ഭരണാധികാരികൾക്കുള്ള ഭരണാധികാരം നടപ്പാക്കാൻ ഉപദേശിക്കുന്ന ശരിയായ ഉപദേഷ്ടാക്കളെ കുറിക്കുന്ന വാചകമാണ് ഈ വാചകം. ഇത് നമുക്കൊക്കെ ഉണ്ടാവില്ല. അന്തിപാതിരാക്കുന്ന ആരാ? ഇത് പോക്കരാക്ക. ഞാൻ ആരും ഉദ്ദേശിച്ചു പറയുന്നതല്ല, ഞങ്ങൾക്ക് സാധാരണ ഉദാഹരണം കിട്ടുന്ന പോക്കരാക്കാൻ പറഞ്ഞേ ഉള്ളൂ. പോക്കരാക്ക നമ്മളെ നാട്ടിൽ പോക്കരെന്ന് ഉദ്ദേശിച്ചല്ലേ ഈ പറയുന്നത്. പോക്കരാക്ക ഏത് നേരത്തും കാലിന്റെ കയറ്റി ചെല്ലാം, ഏത് നേരത്തും ഖലീഫന്റെ അടുത്ത് കയറ്റി ചെല്ലാം, ഏത് നേരത്തും പ്രസിഡന്റിന്റെ അടുത്ത് കയറ്റി ചെല്ലാം, ഏത് നേരത്തും പഞ്ചായത്ത് അധികാരിയുടെ അടുത്ത് കയറ്റി ചെല്ലാം. ഇങ്ങനത്തെ ഒരാളല്ല, ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. ഇത്തരം ഭരണപരമായ കാര്യങ്ങൾ ഇടപെടുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ അതിലൊക്കെ ഇടപെടാൻ സ്വാധീന ശക്തിയുള്ള രണ്ട് കൂട്ടക്കാർ ഏതു നബിക്കുമുണ്ടാകും, ഏതു ഭരണാധികാരിക്കുമുണ്ടാകും. ബിത്വാനത്തുൻ തഅമുറുഹു ബിൽ മഅറൂഫി വതഹുബ്ബുഹു അലൈഹി, ബിത്വാനത്തുൻ തഅമുറുഹു ബിൽ ഖൈരി വതഹുബ്ബുഹു അലൈഹി, വബിത്വാനത്തുൻ തഅമുറുഹു ബിശ്ശർരി വതഹുബ്ബുഹു അലൈഹി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് സ്വഹീഹുൽ ബുഖാരി നിവേദനം ചെയ്ത അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വര്യൻ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ട് നിവേദനം ചെയ്ത ഹദീസിന്റെ വാചകമാണ് ഈ വാചകം. ബിത്വാനത്തുൻ, ഒരു കൂട്ടം സ്വന്തക്കാർ, തഅമുറുഹു ബിൽ ഖൈർ, ഭരണാധികാരിയോട് ഗുണകരമായത് മാത്രം അവർ ഉപദേശിക്കും, ഗുണകരമായത് മാത്രം അവർ നിർദ്ദേശിക്കും, നല്ല നല്ല കാര്യങ്ങൾ മാത്രം അവർ നിർദ്ദേശിക്കും. അവർക്കതിൽ പ്രത്യേക സ്വാർത്ഥ താൽപര്യമില്ല. അവരുടെ കുടുംബത്തിലേക്ക് വല്ലതും കൊണ്ടുപോകണമെന്ന ലക്ഷ്യത്തോടെ അവർ ഭരണാധികാരിയെ സമീപിച്ച് കാര്യങ്ങൾ പറയൂല. അവരുടെ എതിരാളികൾക്ക് എന്തെങ്കിലും തടയണമെന്ന ഉദ്ദേശത്തോടുകൂടെ ഭരണാധികാരിയെ സമീപിച്ച്, അധികൃതരെ സമീപിച്ച് അവരൊന്നും പറയൂല. അവർക്ക് കിട്ടിയ ഭരണാധികാരിയുടെ അടുക്കലുള്ള സീറ്റും പദവിയും അവർ പറഞ്ഞു കൊടുത്താൽ അത് ഭരണാധികാരി കേൾക്കുമെന്നുള്ള അവരുടെ ആ സ്ഥാനമാനങ്ങളും അവർ പരിഗണിക്കുക. അല്ലാഹു ഹൈറാക്കി നിശ്ചയിച്ച കാര്യത്തിന് മാത്രം. ഭരണാധികാരിയെ ഇത്തരം നല്ല നടപടികളുടെ മേൽ അവർ സമ്മർദ്ദം ചെലുത്തി നിർബന്ധിച്ചുകൊണ്ടിരിക്കും. ചീത്ത കൊണ്ടും തമ്മാടിത്തം കൊണ്ടും വേണ്ടാത്തരം കൊണ്ടും ഭരണക്കാരോടും അധികൃതരോടും നിർദ്ദേശിക്കുകയും കെടുമ്പായ കാര്യങ്ങൾ മാത്രം, സൂത്രത്തിലുള്ള കാര്യങ്ങൾ മാത്രം അവനവന്റെ ശത്രുക്കൾക്ക് തടയാനും അവനവന്റെ ഇഷ്ടക്കാർക്ക് കാര്യം എളുപ്പമാക്കി കൊടുക്കാനുമുള്ള ലാക്കോടുകൂടെ വന്ന് മാത്രം അധികാരികളെ സമീപിക്കുന്ന, പ്രസിഡന്റിനെ സമീപിക്കുന്ന, ഖാദിയെ സമീപിക്കുന്ന, അധികാരിയെയും ഭരിക്കുന്നവരെയും സമീപിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവർ അതിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കും. ഇത്തരം രണ്ട് വിരുദ്ധ ശക്തികൾ നന്മയിലേക്ക് വേണ്ടിയിട്ട് ഖാദിയെയും ഭരണാധികാരിയെയും മഹല്ലിന്റെ അധികൃതരെയും കൊണ്ടുപോകുന്നവരും തിന്മയിലേക്കും, തിന്മ ആര് പറഞ്ഞാലും അത് ഒഴിവാക്കാനുമുള്ള ഒരു കാവൽ അള്ളാന്റെ ഭാഗത്തിരുന്ന് അധികാരിക്ക് കിട്ടിയാൽ ആ അധികാരി, ഇത് കോൽക്കാരൻ അധികാരി എന്ന് പറയുന്ന അധികാരിയല്ലേ ഈ പറയുന്നത്,
മദ്രസന്റെ അധികാരി വെച്ചാൽ മദ്രസന്റെ അധികാരി, പള്ളിന്റെ അധികാരി വെച്ചാൽ പള്ളിന്റെ അധികാരി, മഹലിന്റെ അധികാരിയാണെങ്കിൽ മഹലിന്റെ അധികാരി, വീടിന്റെ അധികാരിയാണെങ്കിൽ വീടിന്റെ അധികാരി. ഇതേത് അധികാരികൾക്കുമുണ്ട് എന്നാണ് ഇത് പറഞ്ഞതിന്റെ സാരം. ഈ അധികാരികൾ നന്മയ്ക്ക് വേണ്ടി മാത്രം ചെവിക്കൊടുക്കുകയും പിന്നെ അവർ തിരിച്ചു കളയുകയും ചെയ്യാൻ അള്ളാന്റെ കാവൽ കിട്ടുമ്പോഴാണ് നേതൃത്വം ശരിപ്പെടുക എന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വാചകം നേതാക്കൾ കണക്കിലെടുത്തിട്ട് നേതാക്കൾ പ്രവർത്തിക്കുകയും ഖൈർ ഏതാണെന്ന് മനസ്സിലാക്കി എല്ലാവരും ഖൈറിലേക്ക് വേണ്ടി മുന്നോട്ട് വരും ചെയ്താൽ മഹല്ല് സംവിധാനം വിജയത്തിലെത്തും. സുനിശ്ചിതമായും നല്ലൊരു മാതൃകാ മഹല്ല് ജനിക്കും. ഇതില്ലാതെ പോകുന്നതാണ് എല്ലാ പ്രദേശത്തുമുള്ള കുഴപ്പം. അധികാരികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തെരഞ്ഞെടുക്കുന്ന കുറച്ച് കൂട്ടരാണല്ലോ. രാഷ്ട്രീയ ബലത്തിലോ അധികാരി എന്ന് ഞാൻ പറയുമ്പോഴേക്ക് അങ്ങനെ മനസ്സിലാക്കുന്നത് നമുക്ക് മഹല്ലിന്റെ അധികാരി, മഹല്ലിന് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നടക്കുന്നവർ. ഇങ്ങനെയുള്ള അധികാരികൾ നമ്മൾ വോട്ടെടുത്ത് തെരഞ്ഞെടുക്കുന്നതോ കമ്മിറ്റി യോഗം കൂടുമ്പോൾ തെരഞ്ഞെടുക്കുന്നവരുമാണ്. അതാരാണെങ്കിലും അള്ളാഹു നിശ്ചയിച്ച ഈ അധികാരം ചെറുതല്ല. ഇനി SYFന്റെ കൂട്ടർ നോക്കിക്കൂടി, എന്റെ ചെറുപ്പക്കാർ ഇവിടെയുണ്ട്. SYFും മഹല്ല് ജമാഅത്തും കൂടിയിട്ടാണ് അത് സംഘടിപ്പിക്കുന്നത്. SYFിന്റെ അധികാരികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ ഭാരവാഹികൾ തന്നെ. ഒരു തുകിർ സാഹിബൊന്നും ആകണ്ട ഈ അധികാരി എന്നറിയുന്നത്. SYF എന്ന സംഘടനയുടെ അധികാരികളായി ഭാരവാഹികളായി അവർ നിൽക്കുമ്പോൾ SYFിനും ദീനിനും അത് പ്രവർത്തിക്കുന്ന മഹല്ലിനും നേട്ടം എന്താണോ? നമ്മളെ കുടുംബത്തിന് എന്താ നേട്ടം, എനിക്കെന്താ നേട്ടം, ഞാൻ അതിന്റെ പ്രസിഡന്റാണ്, എനിക്കെന്താ അതുകൊണ്ട് കിട്ടുക എന്ന ചിന്ത പോക്കിയിട്ട് അത് അവരെ എന്താണോ ഏൽപ്പിക്കപ്പെട്ടതെങ്കിൽ ആ ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിന് നേട്ടം എന്താണോ, ഈ നേട്ടം ഉപദേശിക്കുന്ന ഉപദേഷ്ടാക്കളെയും നേട്ടം ഗുണദോഷിക്കുന്ന ഗുണദോഷ്ടാക്കളെയും നേട്ടം പറഞ്ഞു കൊടുക്കുന്ന ഉപദേശിക്കുന്നവരെയും ഒക്കെ കാത്തുകൊണ്ടും കോട്ടങ്ങളായത് പറഞ്ഞു കൊടുക്കുന്നവരെ ചെവിപ്പുറത്തിട്ടുകൊണ്ടും അധികാരികൾ നിൽക്കുകയും നേട്ടത്തിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ മഹല്ലിന്റെ നേതൃത്വം ശരിയായി. ഇതോടൊപ്പം അല്ലാഹുവിന്റെ റസൂൽ നേതൃത്വത്തോടൊപ്പം ഒരു മഹല്ലും നാടും ശരിയാകാൻ പിന്നെ പറയുന്നത് ഈ നേതാക്കൾക്കനുസരിച്ച് നീങ്ങുന്ന നീതരാണ് അനുയായികൾ എന്ന് പറയുന്നത്. നീത എന്ന് മലയാളം എന്നെ പറയാം. നീതറും നേതാക്കളും നന്നാകണമല്ലോ സംഗതി നടക്കണമെങ്കിൽ. നീതർ എന്ന് പറഞ്ഞാൽ ആരാ? ഞങ്ങൾക്കൊരു നീതരും ഓരോ നേതാക്കളും എന്നല്ല, നമ്മളെല്ലാവരും നേതാക്കളാണ്, എല്ലാവരും നീതരുമാണ്. ഇതാണല്ല അള്ളാന്റെ വ്യവസ്ഥ. വല്ലാത്തൊരു സുഖല്ലത്. അള്ളാന്റെ ഭരണവ്യവസ്ഥ വലിയ വ്യവസ്ഥയാണ്. ഒരൊറ്റ കുട്ടി വെറും അധികാരിയാണെന്ന് അള്ള വെച്ചിട്ടില്ല. നബി ഉണ്ടെങ്കിൽ എന്നാ തന്നെ നബിന്റെ മേലെ അള്ളുണ്ട്. അള്ളാന്റെ കീഴല്ലാതെ പറപ്പുകൾ ആരും നിൽക്കൂലല്ലോ. അപ്പൊ ഏതൊരു നേതാവാണെങ്കിലും അയാൾ നീതനാണ്. അള്ള പറഞ്ഞനുസരിച്ച് കീഴ്പ്പെട്ട് നിൽക്കാൻ പറ്റുന്നവരും ബാധ്യതപ്പെട്ടവരുമാണ് നബിമാരായവർ. അവർ നീതനാണ്. ശേഷമുള്ളവരും അങ്ങനെ. ഇപ്പൊ നമ്മളും അങ്ങനെ തന്നെയാണ്. ഇന്ന് ഭരിക്കുന്നവരും നേതൃത്വത്തിലുള്ളവരാരാ? വയസ്സിന് മൂത്തോലോ കാര്യത്തിന് മൂത്തോലോ മണ്ടിപ്പായാൻ പറ്റണോലോ ഒച്ചക്കടക്കാൻ കഴിയണോലോ അങ്ങനെയൊക്കെ അപ്പൊ നമ്മൾ നോക്കുക അല്ലേ? വലിയ തർക്കവും വിസായം വന്നാ ഒന്ന് ഒച്ചക്കടക്കാൻ പറ്റണോല്, അല്ലെങ്കിൽ ഒന്ന് മണ്ടിപ്പായാൻ കഴിയുന്നവര്, അല്ലെങ്കിൽ അങ്ങോട്ടും കൊണ്ടൊന്ന് ഓടാൻ കഴിയുന്നവര്. ഇതാണിപ്പോ നമ്മൾ നോക്കുന്ന മാനദണ്ഡം. ഈ മാനദണ്ഡ പ്രകാരം നമ്മൾ തെരഞ്ഞെടുത്തതിന് കീഴ്പ്പെട്ടു നിന്ന് കൊടുക്കുന്നവർ നീതന്മാർ, അനുയായികൾ. ഈ അനുയായികളോ അസം ഇസ്ലാമിന്റെ പേരിൽ മഹല്ലിന്റെ ഗുണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന നേതൃത്വത്തെ ആ ഗുണത്തിന്റെ പേരിൽ അനുസരിക്കുകയും വിധേയപ്പെട്ടുകൊണ്ട് വഴിപ്പെടുകയും ചെയ്യുക എന്ന ഗുണം അവർക്കും ഉണ്ടായാൽ രണ്ടു കൂട്ടരും ശരിപ്പെട്ടു. പിന്നെ ഞാൻ എന്താ നോക്കേണ്ടിയെന്നുള്ളൂ? എല്ലാ വ്യക്തികൾക്കും വേണം അവർക്ക് ഹൈറായ രീതിയിലുള്ളൊരു മുന്നേറ്റവും ജീവിതവും. ആ ഹൈർ എന്താണെന്ന് തീരുമാനിക്കുമ്പോൾ ആ പ്രശ്നം എല്ലാവർക്കും തിരിയണ കുറച്ച് ഹൈറുണ്ട്. 5 വക്ത് നിസ്കരിക്കണം, കള്ളുടിച്ചാൻ പാടില്ല, മയക്കുമരുന്നിനൊന്നും അടിമപ്പെടരുത്, ഇതൊന്നും പാടില്ല, വേണ്ടാത്തൊന്നും പാടില്ല, ഇതൊക്കെ എല്ലാവർക്കും ആരും നിഷേധിക്കുന്നവരില്ല. ഇതേ കാര്യങ്ങൾക്കൊപ്പം നമുക്ക് തിരിയാത്ത കുറെ ഹൈറുണ്ട്, നമുക്കറിയാത്ത ഹൈർ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകിയ മഹത്തായ പദവി നൽകിയ പണ്ഡിതന്മാർക്ക് മാത്രമേ മനസ്സിലാകൂ. പാണ്ഡിത്യത്തിന്റെ പവർ പറയുന്നതല്ല, അങ്ങനെയല്ലേ തിരിയുള്ളൂ. ആവശ്യത്തിനനുസരണമായി ഓരോരോ സമയത്തുള്ള ഹൈറായ കാര്യങ്ങൾ തിരിയുന്ന വിജ്ഞന്മാരായ ആളുകൾക്ക് മാത്രം നേടാൻ പറ്റുന്ന ഹൈർ. ആ ഹൈറിന്റെ സ്വഭാവവും വയലുകളിലോ ക്ലാസുകളിലോ ഒക്കെ വല്ലപ്പോഴും കേൾക്കുന്നത് നിങ്ങളുടെയും ഓർമ്മയിലുണ്ടാകും, സാധാരണക്കാരന്റെയും ഓർമ്മയിലുണ്ടാവും. ചെറുതല്ല ഹൈറ്. നമ്മൾ പഠിച്ച ഹൈറ് മാത്രമല്ല. ഞാനൊരു ചെറിയ ഹദീസ് പറയാം. അല്ലാഹുവിന്റെ റസൂൽ വിവരിച്ചു, ഖിസാലുൽ ഖൈരി 360 ഖസ്ല.
ഹൈറിന്റെ കാര്യങ്ങൾ 360 ഉണ്ട്. 360 തന്നെ വല്ലാത്തൊരു സ്ഥാനമുണ്ട് അല്ലെ. 360 എന്ന് പറഞ്ഞാൽ ഈ വെറൊരു സംഖ്യ അല്ലത്, കേവലം സംഖ്യ അല്ലത്. 360 ഉണ്ട്. ഒരു കൊല്ലത്തെ 360 ദിവസം ഓന് തന്നെ പണി അല്ല. നമ്മൾ പറയില്ല ഒരു കൊല്ലത്തെ 360 ദിവസമെന്ന്. 365 കാലോ അരക്കാലോ എന്തൊക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ പറഞ്ഞാലും ഒറ്റയ്ക്ക് പറയാം എന്താ ഒരു കൊല്ലത്തിന്റെ ദിവസങ്ങൾ 360. ആ 360ന്റെ സ്ഥാനം ഒരു കൊല്ലത്തെ 360 ദിവസം ഇച്ചങ്ങായിട്ട് തന്നെയാ പണിയെന്ന് നമ്മൾ പറയുന്ന ആ 360 ഒരു കൊല്ലത്തിന്റെ ദിവസങ്ങളുടെ കണക്കാണ്. അത് തന്നെയായിരുന്നു അള്ളാന്റെ റസൂല് തകർത്ത് കളഞ്ഞ തിന്മയുടെ മൂർത്തികളുടെയും എണ്ണം. മക്ക ഫത്ഹായപ്പോ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ കേന്ദ്രമാക്കിയിട്ട് മദീന വെച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭരിക്കുമ്പോ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലശേഷം വന്ന അറബികളായ ജനത ബഹുദൈവ വിശ്വാസത്തിന്റെ ആചാരം അവരിൽ വന്ന ശേഷം അള്ളാഹുവിന് വേണ്ടി ലോകത്ത് ആദ്യമായി എടുക്കപ്പെട്ട അള്ളാഹുവിന്റെ ഭവനമായ കഅബത്തിന്റെ ഉള്ളിൽ കിണർ കുഴിച്ചിട്ട് കുഴി കുഴിച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഒരു വലിയ വിഗ്രഹമാണ് ആദ്യം കൊണ്ടുവന്ന് നാട്ടിയത് ഹുബൽ ദേവൻ. ഈ ഹുബൽ എന്ന ദേവന്റെ ചുറ്റും കഅബയിൽ അവർ നാട്ടി പ്രതിഷ്ഠിച്ചിരുന്ന പ്രതിഷ്ഠകൾ എത്രയാണെന്നറിയുമോ? മക്കയുടെ ഫത്ഹിൽ റസൂലുള്ള ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയുമായിട്ട് മക്കയുടെ കഅബയുടെ ഉള്ളിലേക്ക് വാതിൽ തുറന്ന് നബി തങ്ങൾ കയറുമ്പോ ബിലാൽ എന്നവരല്ലാതെ കൂടെ മറ്റാരുമില്ല. അള്ളാന്റെ റസൂലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബിയായി ബിലാൽ എന്നവരെയും കൂട്ടി നബി തങ്ങൾ കഅബത്തിന്റെ ഉള്ളിൽ കയറി നോക്കുമ്പോ കഅബത്തിന്റെ ഉള്ളിലുള്ള ദേവന്മാർ പ്രതിഷ്ഠകൾ അവിടത്തെ ചൈത്താന്മാർ എത്രണ്ണ? 360. ഇത് തിന്മയുടെ മൂർത്തികൾ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. തിന്മയുടെ മൂർത്തികൾ 360. ഈ തിന്മയുടെ മൂർത്തികളായ 360 എണ്ണത്തിലേക്ക് സൂചനയാണ് കഅബത്തിന്റെ അകത്തുള്ള 360 വിഗ്രഹങ്ങൾ. ആ വിഗ്രഹങ്ങളെ തന്റെ കയ്യിലുള്ള മുളവടി ചൂണ്ടിയിട്ട് വഖുൽ ജാഅൽ ഹഖ് വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖാ എന്ന അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരമുള്ള ആയത്തോതിയിട്ട് നബി മുളവടി ഓരോന്നിലേക്കും ചൂണ്ടിയിട്ടാണ് ഓരോന്നും തലകീഴായി മറിഞ്ഞത്. പറിച്ചെറിഞ്ഞിട്ടില്ല, പിക്കാസെടുത്തിട്ട് കൊത്തേണ്ടി വന്നിട്ടില്ല. ഉറപ്പിച്ചു വെച്ച പ്രതിഷ്ഠകളാണ് ദേവന്മാർ, വിഗ്രഹങ്ങൾ. ആ ഉറപ്പിക്കപ്പെട്ട പ്രതിഷ്ഠകളെ നബി തങ്ങളുടെ കയ്യിലിരുന്ന ഒരു വടി കൊണ്ട് നബി തങ്ങൾ ഈ ആയത്തോതിയിട്ട് ചൂണ്ടിയാൽ ഹക്കിനെതിരിലുള്ള ഈ ബാത്തുലുകൾ 360 എണ്ണമാണ് തകരുന്നത്. ആ 360 വിഗ്രഹങ്ങളെന്ന തിന്മയുടെ മൂർത്തികൾക്ക് ബദൽ അള്ളാഹു നിശ്ചയിച്ചതാണ് നന്മയുടെ കാര്യങ്ങൾ 360. ആ 360ന്റെ സ്ഥാനം ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് തുടരുന്നു. ഈ 360 കാര്യം കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? എല്ലാ കാര്യം കൂടി എല്ലാരെയും ഉണ്ടാവൂല. റസൂൽ എന്നെ പറയാ, എല്ലാ ഗുണങ്ങളും കൂടി എല്ലാരെയും ഉണ്ടാവൂല. അത് മമ്പർത്ത വല്ലങ്ങൾ പാപ്പാന്ന് നമ്മൾ വിചാരിച്ചാലും ഉണ്ടാവൂല. മമ്പർത്ത തങ്ങൾ ഉദ്ദേശിച്ചു പറയില്ല, നമ്മൾ പറയുന്നൊരു പേരാണ് പറയാൻ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയൊരു മഹാനെ മുൻനിർത്തിയാലും ഈ 360 ഗുണങ്ങളും അയാളിൽ ഉണ്ടാകണമെന്നില്ല. ഉണ്ടാകൂലെന്ന് ഉറപ്പല്ല, ഉണ്ടാകണമെന്നില്ല. ഈ 360ന്റെ പ്രത്യേകത ഏതെങ്കിലും ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ നന്നാക്കണമെന്നും നല്ല മനുഷ്യനാക്കണമെന്നും ഉദ്ദേശിച്ചാൽ അല്ലാഹു ജഅല ഫീഹി വാഹിദത്തൻ മിൻഹാ, ഈ 360ൽ നിന്നും ഒരു കാര്യം അയാൾക്ക് അല്ലാഹു തആല അയാളുടെ പ്രകൃതിയാക്കി, അയാളുടെ സ്വഭാവമാക്കി, അയാളുടെ ഐഡന്റിറ്റിയാക്കി അല്ലാഹു തആല നിശ്ചയിക്കും. എന്നിട്ടോ ഈ ഒരൊറ്റ കാര്യം കൊണ്ട് അയാളെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അഞ്ചത്ത് നിസ്കാരായിക്കൊണ്ടൊന്നില്ല. നമ്മൾ ചിന്തിക്കണത് 5 വക്ത് നിസ്കാരായിക്കൊണ്ടൊന്നില്ല. 5 വക്ത് നിസ്കരിച്ചാതെ പിന്നെ ഓരെന്താ, അതല്ലേ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാം. ശരിയാണ്, വളരെ വലിയ കുറ്റമാണ്, വളരെ വലിയ കുറ്റം. പക്ഷെ അത് കുറ്റമാണെന്നറിഞ്ഞുകൊണ്ട് എന്തൊക്കെയോ ചെയ്താന്റെ ചെറുതിൽപ്പെട്ടിട്ടാണ് ഒരാൾ അതിൽ അകപ്പെടാതെ പോകുന്നത്. അയാൾക്കതിൽ പശ്ചാത്താപവും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള കാര്യം അയാളിൽ ഒന്നുമില്ല എന്ന് തീരുമാനിക്കരുത് നിങ്ങൾ.
സ്വർഗത്തിലേക്ക് പോകാനുള്ള കാര്യം റസൂൽ പറഞ്ഞത് 360 നിന്ന് അല്ലാഹു അയാൾക്ക് നിശ്ചയിക്കും. ആ ഒരൊറ്റ ഗുണം കൊണ്ട് അദ്ദേഹത്തെ അല്ലാഹു സ്വർഗത്തിൽ കിടത്തുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. നമുക്കറിയില്ല ഈ ഗുണം. ബുദ്ധിമുട്ടും പായാരമെന്ന് പറയുന്ന ആൾക്കാരെ ആരാരും അറിയാതെ സഹായിക്കും ഒരാള്. പക്ഷെ അയാൾ നിസ്കരിക്കലില്ല, നോൻപൂർക്കലില്ല, പള്ളിക്കപ്പോഴും കാണാറില്ല. ബുദ്ധിമുട്ട് വലിയ തിടുക്കക്കാരും ആരും അറിയാതെ സഹായിക്കും. അല്ലാഹു മതി ചിലപ്പോ. ബാക്കി അയാൾക്കല്ല പുറത്തു കൊടുക്കും. എങ്ങനെ? ഇയാൾ സഹായിച്ചിട്ടുള്ള ആരെങ്കിലും ഒരാൾ അയാൾക്ക് വേണ്ടി ദ്വാരക്കും. പടച്ചോനെ നല്ലൊരു മനുഷ്യനെ, ആരോട് പോയി ചോദിച്ചാലും പറഞ്ഞാലും ഒന്നും കിട്ടൂല, ഇയാളെ പോയി നോക്കുമ്പോഴല്ലേ പടച്ചോനെ എന്താണ് അയാളൊരു നില, അയാൾക്ക് നന്നാക്കണ റബ്ബേ എന്ന് ഇങ്ങനെ കുടുങ്ങിയിട്ട് സഹായം കിട്ടിയ ഒരു ഉമ്മയോ ഒരു പെങ്ങളോ ഒരു വയസ്സനോ ഒരു ബുദ്ധിമുട്ടിയ ദരിദ്രനോ ദുആ ചെയ്താൽ ഈ ദുആ മതിയാകും അയാൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ. ബാക്കി തമ്മാടിത്തങ്ങളൊക്കെ അവർക്കുണ്ടായാലും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതിൽ നിന്ന് നമ്മൾ പഠിക്കണം. ലോകത്ത് വ്യഭിചാരിണികളും വ്യഭിചാരികളുമായി അറിയപ്പെട്ട ഏറ്റവും വൃത്തികെട്ട എത്രയെത്ര നല്ല ആളുകൾക്ക് റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലുന്നുണ്ട് എന്നറിയോ നിങ്ങൾ? നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലുന്ന ഔലിയാക്കളിൽ വൃത്തികേടിന്റെ ഏറ്റവും വലിയ മൂർത്തികളായിരുന്ന വമ്പന്മാരുണ്ട്. വ്യഭിചാരത്തിന് വേണ്ടി മാത്രം തുനിഞ്ഞിറങ്ങിയിരുന്നവരുണ്ട്. മദ്യപാനം മാത്രം അവസാനം വരെ കൊണ്ട് നടന്നവരുണ്ട്. പക്ഷേ ഒരു വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് നൽകിയിട്ട് പശ്ചാത്താപം തോന്നിയിട്ട് പടച്ചവനോട് നൊന്ത് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് വേണ്ടി മറ്റുള്ളവരും പ്രാർത്ഥിച്ചിട്ട് അവർ അല്ലാഹു നന്നാക്കുകയും ആ നന്നാകലിനായി അല്ലാഹു അവനിലേക്ക് അവരെ പിടിക്കുകയും ചെയ്താൽ ഒരു ദിവസം വേണ്ട, ഒരു മണിക്കൂർ മതിയാകും അയാളെ അല്ലാഹു സ്വീകരിക്കാൻ. ഞാൻ ഇന്നോർക്കുകയാണ്, ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് വായിച്ച ഒരു കഥ. ഇന്നലെ മിനിഞ്ഞാന്ന് ഒരാളുടെ കഥയിൽ വായിക്കുകയാണ്. ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ 4 ആളുകൾ മാത്രം ഒരു മയ്യിത്ത് കൊണ്ടുപോകുന്നു. 4 ആളുകൾ മാത്രം. ഇത് കണ്ട ആള് പറയാണ്, ഞാൻ അത്ഭുതപ്പെട്ടുപോയി. മഹാന്മാരിൽപ്പെട്ട ഒരു ഭക്തനായ ആളുകൾ ഇരിക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഈ മയ്യിത്ത് ചുമന്ന് 4 ആള് നടക്കുന്നത് കണ്ടപ്പോ. ഏതാണ് ഈ 4 ആള് നോക്കുമ്പോ 4 ആള് മയ്യിത്ത്. ഞാൻ വിചാരിച്ചു പച്ചപ്പാവൊരു മനുഷ്യൻ. ജനാദ നോക്കുമ്പോ മുസ്ലിന്റെ ജനാദയാണ്. നമ്മളെ കട്ടില് വേറെ തിരിയല്ലോ. നമ്മളെ സംസ്കാരപ്രകാരമുള്ള കട്ടിലുമായി പോയി നോക്കുമ്പോ 4-5 ആളുകൾ കൊണ്ടുപോകുന്ന മയ്യിത്ത് മുസ്ലിമായി മയ്യിത്തിന് ആകെ 4 ആളെ കണ്ടപ്പോ സാധുത്തരം വിചാരിച്ച് ഞാനും കൂടി 5-ാമൻ. എന്നിട്ട് 5-ാമനും കൂടിയിട്ട് ചെന്നോക്കി. അയാൾക്ക് വേണ്ടി കുഴിച്ചിരിക്കുന്ന കുഴിയിൽ അയാളെ മറമാടുന്നതുവരെ ഈ 4 ആളുകൾ നിൽക്കുന്നതിന് മുൻപ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോ ഞാൻ 4 ആളൊപ്പം കൂടി 5-ാമനാണ്. എന്നോടൊരു പറഞ്ഞു, നിങ്ങൾ നിൽക്കിരിക്കുക. ഞാൻ വിചാരിച്ചു 4 ആളുകളുടെ ഒരു കുടുംബക്കാരനുള്ള ഒരാളേക്ക് ഈ മരിച്ചത്. എന്താണ് ഈ 4 ആളും മാത്രം ഈ മയ്യത്തേക്ക് വന്നിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കി നോക്കുമ്പോ ഓല് എന്നോട് വിസ്കരിപ്പിച്ച. ഞാൻ പറഞ്ഞു, കുടുംബക്കാരാണ് മയ്യത്തിന് ഏറ്റവും ബന്ധപ്പെട്ടത്. ഓല് പറഞ്ഞ നമ്മളും നിങ്ങളൊക്കെ കണക്കാണ് ഇയാളെ കാര്യത്തിൽ. ഈ മയ്യത്തിന്റെ കാര്യത്തിൽ നമ്മളും നിങ്ങളൊക്കെ കണക്കാണ്. എനിക്കതറിയില്ല, അവര് കുടുംബമല്ലാതെ. അവര് നമ്മൾ കാര്യത്തിലാണെന്ന് പറഞ്ഞു. ഞാൻ നിസ്കരിച്ചു, ഞാൻ ഇമാമായി, അവർ മൗമുമായി. മറമാടൽ കഴിഞ്ഞു നോക്കുമ്പോ മറമാടിയതും അവർ ഓടിയതും കണക്ക്. ഞാൻ ഓരോട് വിളിച്ചു ചോദിച്ചു നോക്കുമ്പോ ഇത് മയ്യത്തിന് വേണ്ടി കൂലിക്ക് വിളിച്ച ആളാണ് ഈ 4 ആള്. കൊണ്ടുപോയി മറമാടാൻ വേണ്ടിയിട്ട് 4 ആളെ കൂലിക്ക് വിളിച്ചിരിക്കുകയാണ്. ഈ 4 ആള് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ മയ്യത്തുമായിട്ടൊരു ബന്ധവുമില്ല, പണം എന്തുകൊണ്ടതാ നിൽക്കുന്നു ആ തള്ള. ആ തള്ളനോട് ചോദിച്ചു നോക്കി. ആ തള്ള ഏൽപ്പിച്ചതാണ് ഞങ്ങളെ ഈ മയ്യത്തിനെ പണം തന്നിട്ട് സംസ്കരിക്കാൻ ഏൽപ്പിച്ചതാണ് ഞങ്ങൾ കൊണ്ടുപോയി നിർവഹിച്ചത്. ഞാൻ ആ തള്ളയെ ചെന്ന് കണ്ടു. തള്ളയോട് കാര്യം അന്വേഷിച്ചു. തള്ള വിവരം പറഞ്ഞു, എന്റെ മോനായിരുന്നു ആ മയ്യത്ത്, എന്റെ പ്രിയപ്പെട്ട മോനായിരുന്നു ആ മയ്യത്ത്. പക്ഷെ ആ മയ്യത്തിന്റെ സ്വഭാവം എന്താണെന്നറിയോ? ഒരു തിന്മയും ആ മയ്യത്ത് ചെയ്യാത്തതില്ല. എന്റെ മോൻ ചെയ്യാത്ത തിന്മല്ല. വ്യഭിചരിക്കും, കള്ളുകുടിക്കും, വേണ്ടാത്തരങ്ങൾ മുഴുക്കയുണ്ട്, എല്ലാം ഉള്ളതാണ് ആ മയ്യത്ത്. ഞാൻ അവരെ ഉപദേശിച്ച് ഒരു നിലക്ക് നോക്കിയിട്ടും ഉപദേശിച്ചിട്ട് കഴിയുന്നില്ല. വല്ലാതെ ഉപദേശിച്ചു നോക്കി, എങ്ങനെ ഉപദേശിച്ചിട്ടും നന്നാകുന്നില്ല. അയാളാകെയും മോശപ്പെട്ട ഒരാൾ. ആ ആൾക്ക് പക്ഷേ ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് എന്റെ മോൻ പറഞ്ഞു, എന്റെ പൊന്നുമ്മ,
ഞാൻ മരിച്ചാൽ നിങ്ങളൊരു കാര്യം വേണം, ഞാൻ മരിച്ച വിവരം അയലോക്കത്ത് ആരോടും പറയരുത്, ഒറ്റ കുട്ടിക്ക് വിവരം കൊടുക്കരുത്, നിങ്ങൾ മാത്രമേ അറിയാവൂ. കാര്യമുണ്ട്, ഓലാരും എന്റെ മയ്യത്തിന്റെ ഒപ്പം കൂടൂല. ഞാൻ മഹാ മോശപ്പെട്ടവനല്ലേ, തമ്മാടിയല്ലേ. ഈ തമ്മാടിന്റെ മയ്യത്തിന്റെ കൂടെ ഓല് വരൂല, എന്നെ കുടിപ്പിക്കാൻ ഓല് കൂടൂല, നിക്കരിക്കാൻ ഓലുണ്ടാവൂല, മറമാടാൻ ഓല് മയ്യത്തിന്റെ കൂടെ വരൂല. അതുകൊണ്ട് അവരോട് ആരോടും നിങ്ങൾ ഈ കഥ പറയരുത്, നിങ്ങളൊന്നും പറയരുത്. പിന്നെന്ത് വേണം മോനെ? നിങ്ങൾ ഒരു കാര്യം വേണം, എന്നെ നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കാലുകൊണ്ട്, മനോട് പറയാ മകൻ, നിങ്ങളുടെ കാലുകൊണ്ട് എന്റെ മുഖത്ത് കൂടെ കാലുകൊണ്ട് ഇങ്ങനെ ഒഴിഞ്ഞിട്ട് നിങ്ങളുടെ കാലുകൊണ്ട് എന്റെ മുഖത്തെ തടവിയിട്ട് നിങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യണം. പടച്ചോനെ, എന്റെ മകൻ ഒരു ഗുണവും നിനക്ക് വേണ്ടി ചെയ്തിട്ടില്ല, ഇതെന്റെ മകനാണ്, പക്ഷേ ഒരു ഗുണവും നിനക്ക് വേണ്ടി ചെയ്യാതെ ഈ മകൻ, മഹാപാപിയായ ഈ മകൻ നിന്റെ മഗ്ഫിറത്തും നിന്റെ പൊരുത്തവും കാക്ഷിക്കുന്നുണ്ട്. നീ ആരെയും തടയില്ലല്ലോ, നീ ആർക്കും ഒരു ഗുണവും നിഷേധിക്കില്ലല്ലോ. അത് എന്റെ പൊന്നാറുമ്മ, നിങ്ങൾ നിങ്ങളുടെ കാലുകൊണ്ട് എന്റെ മുഖത്ത് തടവിയിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. എനിക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് നിങ്ങൾ മാത്രം ദുആ ചെയ്തിട്ട്, എന്റെ പടച്ചോനെ, നിന്റെ അടിയനായ എന്റെ ഈ മകനെ ശിക്ഷിച്ചതുകൊണ്ട് നിനക്കൊരു കാര്യവുമില്ലല്ലോ എന്നൊക്കെ ദുആയുടെ വാചകം ഈ മകൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ട് ഈ ഉമ്മയെ ഏൽപ്പിക്കുകയാണ്. വല്ലാത്ത ദുആയാണ് ഈ ദുആ. ആ ദുആകളെല്ലാം ഏൽപ്പിച്ചു കൊടുത്തിട്ട് എന്റെ മോൻ പറഞ്ഞതുപോലെ തന്നെ എന്നെ മോൻ വല്ലാതെ താമസിക്കാതെ മരിച്ചു. ആ മകന്റെ ഉപദേശം മാനിച്ചാണ് ഞാൻ കുടുംബങ്ങളെയോ അയൽക്കാരെയോ ആരെയും വിവരമറിയിക്കാതെ നിർദ്ദേശിച്ച നിർദ്ദേശവും പ്രാർത്ഥനയും ഞാൻ നടത്തിയത്. പ്രാർത്ഥന നടത്തിയിട്ട് ഞാൻ എന്റെ മകനെ കിടക്കുന്നിടത്ത് നിന്ന് മാറ്റാൻ വേണ്ടി പരിശ്രമിച്ച സമയത്ത് തന്നെ ആ മകന്റെ വായിൽ നിന്നും ഭാഗ്യത്തിൽ നിന്നും ഉറച്ച കിട്ടി. എന്റെ അമ്മ, നിങ്ങളൊന്നും ചെയ്യണ്ട, എന്റെ പേരിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഒരു കാര്യത്തിലും നിങ്ങൾ വിഷമിക്കണ്ട, എന്റെ റബ്ബ് എന്നെ സ്വീകരിച്ചിരിക്കുന്നു എന്ന ഒരു ശബ്ദം എന്റെ ആ മകനിൽ നിന്നും കേട്ടിട്ടാണ് പിന്നെ എന്റെ കർമ്മമെന്ന നിലയ്ക്ക് ഞാൻ ഈ 4 ആളുകളെ കൂലിക്ക് വിളിച്ചിട്ട് ഈ മയ്യത്തിനെ അടക്കാൻ വേണ്ടി കൊണ്ടുപോയാക്കിയത്. അതാണ് എന്റെ മോഹൻ എന്ന് പറഞ്ഞപ്പോൾ ആരിഫീങ്ങളിൽപ്പെട്ട ഔലിയാക്കളിൽപ്പെട്ട ഇതിനിരയായ, ഇത് കണ്ട് സാക്ഷിയായ മഹാൻ കിതാബിൽ പറഞ്ഞ കഥയാണ്. ആലിമീങ്ങൾ ഉദ്ധരിച്ച കഥയാണ്, നമ്മുടെ ഇമാമുകൾ ഉദ്ധരിച്ച കഥയാണ്. ഈ മകൻ അദ്ദേഹത്തിന്റെ എല്ലാവിധത്തിലുള്ള പാപങ്ങളും പൊറുക്കപ്പെട്ടുവെന്ന് വളരെ സന്തോഷപൂർവ്വം ഈ ഉമ്മക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ ശബ്ദമുണ്ടാക്കിയിട്ട് അള്ളാഹുവിന്റെ ഒതക്കത്താൽ അദ്ദേഹത്തിന്റെ ലോകത്തേക്ക് പോയി. ഞാൻ ആലോചിച്ചു, എത്രയെത്ര നല്ല മനുഷ്യന്മാർ ഇങ്ങനെ ഭൂലോകത്തുണ്ടാകുമെന്ന്. ഇങ്ങനെ മതി, അല്ലാഹ് ഹിദായത്താക്കാൻ വിചാരിച്ച നിങ്ങൾ ബേജാറാകണ്ട, ഒരാളെ ചൊല്ലിയും ബേജാറാകണ്ട. പക്ഷെ എന്തു വേണം? പടച്ചവനെ പറ്റി ഒരു ബോധം വേണം, തെറ്റിനെ കുറിച്ച് ഒരു തിരിച്ചറിവ് വേണം. ഞാൻ അല്ലാഹുവിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന ബോധം വേണം, കുറ്റബോധം. ഈ കുറ്റബോധത്തോടുകൂടെ അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് രക്ഷ കിട്ടണം എന്ന ശരിയായ മനസ്താപവും ആശയും ഒരാൾക്ക് പടച്ച തമ്പുരാനിലുണ്ടെങ്കിൽ അതുണ്ടാക്കി കൊടുക്കുന്ന ആളെ അതിനു മുൻപ് എത്ര തിന്മയുള്ളവരാണെങ്കിലും അല്ലാഹു തആല നന്നാക്കിയേക്കാം. ഇതാണ് റസൂലുള്ള പറയുന്നത്. 360 നിന്ന് ഒരു കാര്യം കൊണ്ട് മാത്രം അല്ലാഹു ഒരാളെ സ്വർഗത്തിൽ കിടത്തും. ആ കാര്യം മാത്രം മതി അയാൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ. ഇത് റസൂലുള്ള പറഞ്ഞപ്പോ ഇത് കേട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവർ ചോദിച്ചു, അഫിയ ഹസനത്തും മിൻഹാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആ 360 ഒരു കാര്യം ഈ പാദൂലുണ്ടോ, ഈ പാവപ്പെട്ട അബൂബക്കറിലുണ്ടോ? ഒറ്റ കാര്യം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നഅം ഫീക ജുംലത്തും മിൻ കുല്ലി വാഹിദത്തിൻ മിൻഹാ ഔ കമാ ഖാല റസൂലുള്ളാഹി. നിന്നിൽ ഈ 360 നിന്നും ഒന്നല്ല, ഓരോ കൂട്ടം തന്നെ നിന്നിലുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക്. അബൂബക്കർ സിദ്ദീഖിനെ പോലത്തെ ചില ആളുകൾക്ക് മാത്രം ഈ 360 കാര്യങ്ങളും ഒന്നിച്ചു കിട്ടും. ബാക്കിയുള്ളവർക്കൊക്കെ ഒരു കാര്യം കിട്ടും, ഒറ്റ കാര്യം മതി സ്വർഗത്തിൽ കിടക്കാൻ. അപ്പൊ ഹൈറിന്റെ കാര്യം വിശാലമാണ്, നമ്മൾ ചിന്തിക്കുന്നതല്ല. ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് മുസ്ലിമായ മനുഷ്യന്മാർ അല്ലാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ, ആഖിറത്തിൽ ബോധമുണ്ടെങ്കിൽ, പടച്ചോനത്തേക്ക് മടങ്ങുമെന്ന ചിന്തയുണ്ടെങ്കിൽ
അത്തരം ആളുകൾ പരലോകത്തേക്ക് വേണ്ടിയിട്ട് ഉപകരിക്കുന്ന ഒരു അമലും ഒരു ഖൈറും എന്ന് അല്ലാഹുവിന്റെ ദീനിൽ അറിയപ്പെട്ട ഒന്നെങ്കിലും അയാളുടെ സ്വഭാവമാക്കിയെടുക്കാൻ അയാൾ പരിശ്രമിച്ചാൽ ഈ ഖൈറ് മൂലം അല്ലാഹു തആല ബാക്കി എല്ലാ തിന്മകളും പുറത്തിട്ട് രക്ഷപ്പെട്ടേക്കാം. ഈ മടക്കാവശ്യം. ഇതെന്റെ സുന്നി യുവജന ഫെഡറേഷന്റെ പ്രവർത്തകന്മാരെ, മഹല്ല് ജമാഅത്തിലെ എല്ലാ പൗരന്മാരുമേ വയസ്സ് ചെന്നവരും കുട്ടികളൊക്കെ ആലോചിക്കണം. ഞാനും നിങ്ങളും ഒക്കെ ഒന്ന് ആലോചിക്കാം. ആണും പെണ്ണും ഉമ്മമാരും പെങ്ങന്മാരും അത്തരം ഒരു കാര്യം ആത്മാർത്ഥമായി പടച്ച തമ്പുരാന് വേണ്ടി എന്നിലുണ്ടെന്ന് ഉറച്ചു പറയാൻ പറ്റുന്ന ഒന്നുണ്ടോ എന്നാലോചിക്കാം. നിസ്കരിക്കണോന്നാലോചിക്കാം. നിസ്കാരം അള്ളാന്റെ മുമ്പിൽ സ്വീകാര്യമായ ഉറപ്പുള്ള ഒന്നെങ്കിലും എനിക്കുണ്ടോ ആലോചിക്കാം. തീർച്ചയായും ഇന്നത്തെ ആലോചനയിൽ ഒറ്റ കുട്ടിക്കുണ്ടാവില്ല എന്നായിരിക്കും മറുപടി. അള്ളാഹു സ്വീകരിക്കുന്ന ഒരു നിസ്കാരം ഉണ്ടാകാൻ വളരെ പ്രയാസം. ഫർള് വീടിയിരിക്കാം, ഷർത്ത് വീടിയിരിക്കാം. നല്ല പ്രവർത്തകന്റെ ഉപാധി പറഞ്ഞതിൽ ഇഖ്ലാസുള്ളത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞില്ലേ? അള്ളാഹു സ്വീകരിക്കുന്ന ഇഖ്ലാസുള്ള പ്രവർത്തനം എന്ന ഒരൊറ്റ പ്രവർത്തനം പടച്ചവന് വേണ്ടി മാത്രം നാം ചെയ്തതെന്നും അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ പടച്ചവൻ മാത്രമാണ് ലക്ഷ്യമെന്നും പടച്ചവനല്ലാത്ത മറ്റൊന്നും ലക്ഷ്യമില്ലാതെ നമ്മൾ പ്രവർത്തിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും അവകാശപ്പെടാവുന്ന 2 റക്അത്ത് നിസ്കാരം ജീവിതത്തിൽ ആസകലം ഈ കണ്ട വയസ്സുകളെ ജീവിച്ച് നിസ്കരിച്ചിട്ട് ഞാനും നിങ്ങളും നിർവഹിച്ചിട്ടുണ്ടോ എന്ന് ഒറ്റക്കൊന്ന് ആലോചിച്ചോ. സമാധാനം തീർച്ചയായും ഇല്ലെന്നായി ഉറപ്പാ. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്നതിലിടയ്ക്ക് 100,000 കാര്യം ആലോചിക്കുന്ന ഞാനും നിങ്ങളും. ഇത് നിസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. 100,000 കാര്യം ആലോചന വരിക അങ്ങനെയാണ്. അങ്ങനെ ആലോചന വരുന്നതായി ഞാനും നിങ്ങളും 2 റക്അത്ത് നമുക്ക് എവിടുന്ന് കിട്ടൂല. നോമ്പുകൊണ്ട് തന്നെ സുന്നത്തനുഷ്ഠിക്കുന്ന മനുഷ്യരാലോചിക്കട്ടെ, മറ്റു സൽക്രമങ്ങളിൽ നിരതരാകുന്ന മനുഷ്യരാലോചിക്കട്ടെ. പടച്ചോന്റെ മുന്നിലേക്ക് മാത്രമെന്ന് സമർപ്പിക്കാൻ പറ്റുന്ന വല്ല കർമ്മവും എനിക്കും നിങ്ങൾക്കുമുണ്ടോ? ഇത് ജനസേവനമാവാം, രാഷ്ട്രീയ സേവനമാവാം, അന്യർക്ക് വേണ്ടി ഓടുന്ന സേവനമാവാം, അന്യർക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന കാര്യമാകാം, അന്യന്റെ കാര്യത്തിന് വേണ്ടി പണിപ്പെട്ട് ഓടുന്നതാവാം, അന്യനെ പണം കൊടുത്ത് സഹായിക്കുന്നതാവാം, അന്യനെ ആശ്വസിപ്പിച്ച് സമാധാനിക്കുന്നതാവാം, അന്യൻ മനസ്സുകൊണ്ട നേരത്ത് നല്ലൊരു വാക്ക് എന്തെങ്കിലും നൽകിയിട്ട് ഉപദേശിച്ചതോ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് അയാൾക്ക് കുളിരു നൽകിയതോ ആകാം. ഇത്തരം എന്തെങ്കിലും ഒരു കാര്യം പടച്ചോന് വേണ്ടി മറ്റൊന്നും ലക്ഷ്യമില്ലാതെ എന്നിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് ഉറച്ചു പറയാൻ അറിയുന്ന ഒരു വിശ്വാസി എന്റെ മുൻപിലിരിക്കുന്ന എന്റെ രക്ഷിതാക്കളെ, എന്റെ സുഹൃത്തുക്കളെ, എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, സഹപ്രവർത്തകന്മാരെ, നമ്മിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ചു നോക്കിയാൽ ഇല്ല എന്ന മറുപടിയല്ലാതെ കിട്ടാൻ വകയില്ല. അവിടെയാണ് നമ്മുടെ പ്രശ്നം. അതാണ് നമ്മുടെ പ്രശ്നം. ആ പ്രശ്നത്തിൽ പോയാൽ പിന്നെ രക്ഷ ഉണ്ടാവൂല. ഒരു കാര്യമെങ്കിലും വേണം. അത്തരം ഒരു കാര്യം നമുക്ക് കിട്ടാൻ വേണ്ടി പരിശ്രമിക്കലാണ് ഒരു നല്ല വിശ്വാസി ചെയ്യേണ്ട ഒരു കാര്യം. ഇത് ചിന്തിച്ച് അവനാന്റെ കാര്യം എന്ന് ചിന്തിച്ചാൽ അതിനെ മതി വല്ലാതെ പോകും. ഒരു ക്ഷാമാശ്വാസം എന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതല്ല, ആ വാക്കിന് വലിയ അർത്ഥമുണ്ട്. ആശ്വാസത്തിന് ഒരാളില്ലാഞ്ഞിട്ടാണ് ഇപ്പൊ അധികാളുകളുടെയും പ്രശ്നം. ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ ഒരുവിധം പ്രശ്നത. മയക്കുമരുന്ന്, കള്ളുടി എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ല. എന്താ ഇതിന്റെ ഒക്കെ പിന്നില്? ചെറുപ്പക്കാരെയും കുട്ടികളെയും മാത്രം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അള്ളാഹു നമ്മുടെയൊക്കെ മക്കളെയും കുടുംബങ്ങളെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഒരാളെ കുറിച്ച് ആലോചിക്കാൻ വയ്യ. ഏത് ചെറുപ്പക്കാരും കുട്ടികളും ഏത് നല്ലൊരു മനുഷ്യന്റെ ആര്യർക്കാക്കാന്റെ മൂലർക്കാക്കാന്റെ മക്കളെയും ലേശം ഒന്ന് വലിക്കാത്ത, ലേശം അകത്താക്കാത്ത, ഒന്നും അർത്ഥമാക്കാത്ത, എപ്പോഴെങ്കിലും ഇതിനൊന്ന് അടിമപ്പെടാത്തവരുണ്ടോ എന്ന് ചിന്തിച്ചാൽ 20-25 വയസ്സായവരിൽ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല, ഇല്ലെന്ന് പറയാൻ കഴിയില്ല. ഉണ്ടെന്നേ പറയാൻ കഴിയൂ, ഇല്ലെന്ന് പറയാൻ കഴിയാത്ത വിധം വ്യാപകമായിരിക്കുന്നു. ഇത് ഞാനും നിങ്ങളും പറയല്ല, ലോകൊട്ടാകെ പറയാം. ലോകൊട്ടാകെ മുസ്ലിമീങ്ങളും വളരണ മൂല്യരും അല്ലെന്ന് പറയുന്നത്. വളരണ മൂല്യന്മാർ എന്ന് തുടങ്ങിക്കുന്നത് പറയാൻ. ഇപ്പൊ അങ്ങനെയല്ല. ഒന്ന് നോക്കുമ്പോ രാഷ്ട്രീയക്കാരൻ മുതൽ എല്ലാവരും അവനവന്റെ അനുഭവത്തിൽ നിന്ന്, സ്വന്തം അനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയുകയാണ് ഇതില്ലാത്തവരാളില്ല. എന്താണ് ഇതിന്റെ പിന്നിൽ ആലോചിച്ചാൽ അതും വേണ്ടേ നമ്മൾ ചിന്തിക്കാൻ. എന്റെ നാട്ടിലുള്ള മഹല്ല് ഭരണ സംവിധാനം ആലോചിക്കുന്ന എന്റെ നാട്ടുകാര്, ഇവിടത്തെ കാരണവന്മാരും ചെറുപ്പക്കാരും ഒന്നിച്ച് ഓരോരുത്തരും ചിന്തിച്ചിട്ട് ഓന്റെ കുടിയിൽ പോയിട്ടോ ഒറ്റയ്ക്ക് ഇരിക്കുന്നിടത്തോ അന്തിക്ക് സൊള്ളുന്നിടത്തോ നോക്കിയിട്ട് ചാരപ്പണി നടത്തിയും കണ്ട് തെറ്റ് കണ്ടുപിടിച്ചിട്ട് ഓനെ ഗുണദോഷിക്കല്ല. ഇതിനൊന്നും ഒരാളും നന്നാക്കാൻ കഴിയില്ല.
ആർക്കാ ഖേദം നോക്കൂ, അനക്കെന്താണ് ആ ഖേദം നോക്കൂ. ആരോടും ചോദിക്കും, പാപ്പാനോടും ചോദിക്കും, ആരോടും ചോദിക്കും. ഇന്നത്തെ ചെറുപ്പക്കാരൻ ആരോടും പ്രതിബദ്ധതയില്ല കുട്ടിക്ക്. ഇന്നത്തെ ചെറുപ്പക്കാരൻ ആരോടൊരു പ്രതിബദ്ധതയുമില്ല, ആരോടും കടപ്പാടുമില്ല, ആരും കൂസുമില്ല. എന്റെ ഇറക്കെന്ന് ചോദിച്ചു, ഇതെങ്ങനെയാണു എന്റെ വയസ്സെന്ന് ചോദിക്കും. അങ്ങനെയൊന്നും അല്ലെങ്കിൽ ചോദിക്കും. ആ ചോദ്യം വലിയൊരു ചോദ്യം, അതിന്റെ മുമ്പിൽ തോറ്റുപോകും നമ്മൾ. അങ്ങനെയുള്ള ഈ കാലത്ത് ഏതെങ്കിലും ഒരാളെ രഹസ്യമായി അവരെ ചൂഴ്ന്ന് അന്വേഷിച്ചിട്ട് അങ്ങനെ ഉണ്ടോ എന്ന് നോക്കിയിട്ടൊന്നും ഫലമില്ല. അറിയാവുന്ന ആളുകൾ മഹല്ല് സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ അറിയണം, കുഴപ്പങ്ങളൊക്കെ മനസ്സിലാക്കണം. മഹല്ലിന്റെ നേതൃത്വം ഇതാണ്. ഇസ്ലാമിന്റെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ നടക്കുമായിരുന്നേനെ, നടക്കേണ്ടിയിരുന്നേനെ, ചുമതലയുണ്ടായിരുന്നേനെ. ഖലീഫ ഉമറുൽ ഫാറൂഖ് അത് നടത്തിയിട്ടുണ്ട്. അള്ളാന്റെ റസൂലിന് ഇതിന് മാതൃകയുണ്ട്. മദീനത്ത് അള്ളാന്റെ റസൂൽ ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മുഹറങ്ങ് ധിക്കരിച്ചിട്ട് പോയത് ബനൂ അംർ ഇബ്നു ഔഫ് എന്ന് പറയുന്ന ഒരു കൂട്ടക്കാരൻ മക്കാനം തീർക്കാനാണ്. ഒരു ഗോത്രക്കാർ തമ്മിൽ തെറ്റി, കുടുംബം തമ്മിൽ തെറ്റിയപ്പോ ഓല നന്നാക്കാൻ റസൂലുള്ള ദൂരം നിക്കരിച്ച് പട്ടിയെന്നങ്ങ് പോയി നോക്കുമ്പോ അസർ വരെ ഓലെടുത്ത് അസർക്ക് വന്നു നോക്കുമ്പോ അള്ളാന്റെ റസൂലില്ല ജമാഅത്തിനെ. സ്വഹാബാക്കൾ വന്ന് നോക്കുമ്പോ ജമാഅത്തും റസൂലില്ല. അത് ഓർക്ക് അറിഞ്ഞൂടാ. റസൂലുള്ള ജമാഅത്തിൽ ഇല്ലാത്തൊരു ജമാഅത്ത് ഓർക്ക് അറിയൂല. അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടാവുമ്പോഴേ ഉള്ളൂ, അല്ലെങ്കിൽ യുദ്ധത്തിന് പോകുമ്പോ. അതാണ് ഇസ്ലാമിക സംവിധാനം. ആ സംവിധാന പ്രകാരമുള്ള അള്ളാന്റെ റസൂല് ജമാഅത്തിനില്ലാതെ വന്നു നോക്കുമ്പോ റസൂലുള്ള ഏൽപ്പിച്ചിട്ടുണ്ട് ബിലാലിനെ, ഞാൻ ഇങ്ങനൊരു പ്രശ്നത്തിന് പോവുക, ചിലപ്പോ എത്തിക്കോണമെന്നില്ല, ഞാൻ വന്നില്ലെങ്കിൽ സിദ്ദീഖ് എന്നവരെ ഏൽപ്പിക്കണോ, നിക്കരിക്കാൻ വേണ്ടി പറയണം. ബിലാല് പറഞ്ഞു. സിദ്ദീഖ് എന്നവർ ഇമാമ് നിന്നു. ഇമാമ് നിന്നതിന്റെ അടിയിലാണ് റസൂലുള്ള എത്തിയത്. എത്തി നോക്കുമ്പോ കണ്ടോല് കയ്യൊട്ടാൻ തുടങ്ങി. എല്ലാവരും കയ്യൊട്ട. അബൂബക്കർ സിദ്ദീഖ് നിസ്കാരത്തിൽ വന്നാൽ കയ്യൊട്ടാന്നാ ഒരു പിടിച്ച്. അതൊന്നും നിസ്കാരത്തിന്റെ സ്ഥിതി എന്താണെന്നറിയോ? മിക്കവാറും ആൾക്കാർ തിരിഞ്ഞു നോക്കും നിസ്കാരത്തിൽ. അല്ലാഹു അക്ബർ. സഹാബാക്കൾ നിസ്കാരെങ്ങനെയെന്ന് തെറ്റിഞ്ഞ് നാളെ നമ്മളങ്ങനെ ചെയ്യൊന്നും വേണ്ടോ. നമുക്ക് അതുള്ളൂ. തിരിഞ്ഞു നോക്കിയാലും പോലെ മനസ്സല്ലാന്റെ അടുത്ത. നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിലും മനസ്സ് നമ്മൾക്ക് പോലത്തും തമ്മിലുള്ള മാറ്റം എന്നിട്ടും തമ്മിൽ വളരെ മാറ്റമുണ്ട്. നമ്മൾ തിരിഞ്ഞു നോക്കൂലാന്നേ ഉള്ളൂ, മനസ്സൊക്കെ തിരിഞ്ഞ ഒഹൽത്ത് തിരിഞ്ഞ് തല നോക്കുള്ളൂ, മനസ്സൊക്കെ അല്ലാത്ത. ഈ വിധത്തിലുള്ളവരിൽ മനസ്സും കണ്ണും അള്ളാഹുവിലേക്ക് തിരിക്കുന്ന പ്രകൃതക്കാരനാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഇതൊക്കെ ഹദീസിലുണ്ട്. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ് ഞാൻ വിവരിക്കുന്നത്. സഹീഹുൽ ബുഖാരിയിലെ ഹദീസുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഒന്ന് നോക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ എന്ന് നിസ്കരിക്കുക, ബാക്കി അങ്ങോട്ട് കൊട്ടാൻ തുടങ്ങി കഴിച്ചു. ഒക്കാനലായിരിക്കും സിദ്ദീഖുൽ അക്ബർ എന്നവർ എങ്ങോട്ടും ശ്രദ്ധിക്കാത്ത ആളായിരുന്നു. ഇക്കാര്യത്തിൽ പഠിച്ചവനെ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ, വേറൊന്നും അറിയില്ലായിരുന്നു. കയ്യൊട്ടേറിയപ്പോ മൂപ്പരും തിരിഞ്ഞു. നിവർത്തില്ലല്ലോ, കയ്യൊട്ട് ഏറിയ ഇക്കാര്യത്തിൽ എല്ലാവരും കൂടിയിട്ട് കയ്യട്ടെ. നമ്മളൊരാള് തെക്കിബീറൊന്ന് ചെല്ലാൻ നോക്കണ്ടേ? നമ്മളെ സുന്നത്തായ പെരുന്നാൾക്കാരത്തിന്റെ തെക്കിബീർ. പെരുന്നാൾക്കാരത്തിന്റെ തെക്കിബീർ എങ്ങാനും സുന്നത്തായത് ചെല്ലിയിട്ടില്ലെങ്കിൽ ഒന്നായിട്ട് വരൂലേ? നമ്മളെ സൈദുൽ വിഭജന് ഇന്റെ നാട്ടിൽ വന്നൊരു നിഷ്കർഷപ്പോ തെക്കിബീർ എല്ലാം മറന്നുപോയി. പെരുന്നാൾക്കാരത്തിന്റെ തെക്കിബീർ അതിൽ മറുപടിയിലാകട്ടെ ബേക്കൊന്ന് തുടങ്ങിയെന്ന് അറിഞ്ഞു. ഓരോരുത്തർ സുബ്ഹാനല്ലാഹ് കയ്യൊട്ടിയിട്ടില്ല. ഭാഗ്യത്തിന് കയ്യൊട്ടിൽ നിന്ന് നമ്മൾ വിട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് കുറച്ചാൾക്കാരൊന്നും വിട്ടുള്ള തെക്ബീർ ഇങ്ങനെ ഓരോരുത്തർക്ക് നമ്മുടെ നാട്ടിൽ ഒന്നൊക്കെ എങ്ങനെയായിരിക്കും സംഭവം? എല്ലാ നാട്ടിലും ഇത് വരും. വാസ്തവത്തിൽ അത് ഒഴിഞ്ഞു പോയാൽ ഒന്നുമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഖിറാഅത്തിൽ പ്രവേശിച്ചാൽ പിന്നെ തക്ബീർ ചൊല്ലലുമില്ല, നിവൃത്തിയില്ല. അപ്പൊ മറന്നത് ഓർമ്മയായാലും ബിസ്മില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇമാമിങ്ങൾ അല്ലാഹു അക്ബർ എന്നറിയാൻ നിൽക്കൂല. ഒരു വിവരം കഴിക്കുന്ന അത് ചെയ്യുന്നത്. പക്ഷെ നാട്ടുകാർ വിചാരിക്കുന്നത് കാര്യമായിട്ട് പെരുന്നാൾക്കാരത്തിന്റെ കൊശി മുഴുവൻ ഈ തക്ബീറില്ല. നിൽക്കാരോ അതാണ് പോയിട്ടാ. പിന്നെന്ത് നിൽക്കാരാ പെരുന്നാൾക്കാരൻ? നമ്മൾ നൂറിന്റെ സുന്നത്ത് കഴിച്ച വയസ്സിന്നല്ലേ എന്നാ നാട്ടുകാരത്തുണ്ടാവും. കാര്യം അതുകൊണ്ടൊരു കുറവുമില്ല. പക്ഷെ ഇത്തരത്തിലുള്ള സംഭവം റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടാവുമ്പോഴേ ലോകത്തിന് പാഠമാവുള്ളൂ. അതിനാണ് റസൂലുള്ള ചെയ്തതും. നമുക്കങ്ങനെ പോകാൻ പാടില്ല. നമ്മൾ റസൂലുള്ള വിലക്കിയിട്ടുണ്ട്. നബി പോയപ്പോൾ തിരിഞ്ഞു. നമുക്ക് മനസ്സിലായി നേട്ടം. എന്താ നേട്ടം? റസൂലുള്ള നേരെ ചെന്നു സിദ്ദീഖുൽ അക്ബറിന്റെ അടുത്ത് നോക്കുമ്പോ എല്ലാരും കൊട്ടിയിട്ട് കയ്യൊട്ടിയിട്ട് സിദ്ദീഖ് എന്നൊരു തിരിഞ്ഞു നോക്കുമ്പോ നബിന്റെ വേഗം അള്ളാന്റെ റസൂലിനെ കണ്ടപ്പോ സിദ്ദീഖ് എന്നവർക്ക് പറ മുപ്പരിങ്ങൾ പിന്നിക്ക് നിൽക്കാൻ തുടങ്ങി. റസൂലുള്ള പറഞ്ഞ അവിടെ തന്നെ നിൽക്കി. ഞാൻ മൗമുമായിട്ട് നിസ്കരിച്ചു. പക്ഷെ മൂപ്പര് സാധിച്ചില്ല. അള്ളാന്റെ റസൂലിനെ പിന്നിൽ എത്തിയിട്ട് നിസ്കരിക്കാൻ മൂപ്പർക്ക് കഴിഞ്ഞില്ല. മൂപ്പര് ബാക്കിക്ക് എന്നാണ് പോലും.
അപ്പം റസൂലുള്ള ഇമാമില്ലാതെ കുഴങ്ങാൻ പാടില്ലല്ലോ. തങ്ങൾ മുന്നിലേക്ക് നിന്നു, ആ നിസ്കാരം പൂർത്തിയാക്കി. അള്ളാന്റെ റസൂൽ ആ നിസ്കാരം പൂർത്തിയാക്കിയ ശേഷം നിസ്കാരം കഴിഞ്ഞിട്ട് നബി തങ്ങൾ ഒന്നാമത് ചോദിച്ചു, സിദ്ദീഖ്, നിങ്ങളോട് ഞാൻ മുന്നിൽ കയറിന്നിട്ട് എന്നെ നിസ്കാരം തുടരണോ എന്ന് പറഞ്ഞപ്പോ എന്തെങ്കിലും തുടരാഞ്ഞു? മൂപ്പർക്കാണ് മസാലെന്ന് പറയല്ല, മൂപ്പർ ഒരു മറുപടി മാത്രം പറഞ്ഞു, അള്ളാന്റെ റസൂലിക്ക് മുന്തി നിൽക്കാം അബൂ ഖുഹാബന്റെ മോനെന്താ അധികാരം? അത് അബൂ ഖുഹാബന്റെ മോനല്ലേ? അബൂ ഖുഹാബന്റെ മോന് റസൂലുള്ള പിന്നിൽ നിന്നുങ്ങാണ്ട് റസൂലുള്ളാന്റെ മുന്നിലേക്ക് ആ അധികാരമല്ല, കഴിയില്ല അബൂ ഖുഹാബന്റെ മോനെ. ഇത് പറഞ്ഞാൽ പിന്നെന്താ ചെയ്യാ? അള്ളാന്റെ റസൂലെ സമ്മതിച്ചു. റസൂലുള്ള പൂർത്തിയാക്കിയ ശേഷം നബി പറഞ്ഞു, ഇതാ നാബക്കും ഷൈഉൻ ഫിസ്വലാ, നിസ്കാരത്തിൽ നിങ്ങൾക്ക് വല്ലതും പുതുതായി വല്ല സംഭവവും ഉണ്ടായാൽ ഫല്യുസബ്ബിഹ്, അപ്പൊ ആണാണെങ്കിൽ അവൻ തസ്ബീഹ് ചൊല്ലുകയാണ് വേണ്ടത്. വൽ തുസഫ്ഫിഹ്, പെണ്ണാണെങ്കിൽ അവൾ കൈകൊട്ടട്ടെ. ആ കൈയെന്നെ കൊട്ടുന്നത് ഇങ്ങനെയല്ല, ഒച്ചണ്ടാണ് കൊട്ടല. ഈ ഒച്ചണ്ടാണ് കൊട്ടല്. അപ്പൊ ഒപ്പനപ്പാട്ടിന് കൊട്ടുന്ന കൊട്ടല് കൈ കൊണ്ട് കൊട്ടാൻ പാടില്ല. നിസ്കാരത്തിൽ ഇങ്ങനെ കൊട്ടണം. ഒരു കൈയിന്റെ പുറടി കൊണ്ട് മറ്റേ കൈയിന്റെ ഉള്ളിൽ. ഇപ്പൊ വലിയ ഒച്ച ഉണ്ടാവില്ല, ഒരൊച്ച എങ്ങനെ പെണ്ണുങ്ങളെ ഇമാമാണെങ്കിൽ, പെണ്ണുങ്ങൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിലൊക്കെ ചിന്തിക്കാതെ ഒച്ചല്ലാത്തൊരു കൊട്ടൽ. ആ കൊട്ടൽ പെണ്ണുങ്ങൾക്ക് നടത്താം, ആണ് തസ്ബീഹ് ചൊല്ലട്ടെ എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു. ഈ നിയമമൊക്കെ കിട്ടി. നമ്മളിപ്പോൾ എന്താ മനസ്സിലാക്കിയത്? അള്ളാഹുവിന്റെ റസൂല് ബനൂ അംർ ഇബ്നു ഔഫിന്റെ കേസ് തീർക്കാൻ വേണ്ടി ളുഹ്റിക്കരിച്ചിട്ട് അസർ വരെ പോയിരിക്കുക. ഇതാണ് മദീനത്തെ ഒരു മഹല്ല്. ഈ മഹല്ലിന്റെ നായകൻ പള്ളിയിലേക്ക് അവരെ വിളിക്കാതെ ആ ഗോത്രത്തിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അവരോട് കാര്യങ്ങൾ ഉപദേശിക്കാനും അവരെ നന്നാക്കാനും വേണ്ടി മെനക്കെടുന്നു. നമ്മളെ കാലേരോ മൊയ്ലേരോ തിരിഞ്ഞാൽ അയാളെ വണ്ടിട്ടാ പോലെ ഹരിപ്പിച്ചെന്നിട്ടോ, അതിന് മൊയ്ലേരാനും നിൽക്കൂല. അയാളെ വണ്ടിട്ടാ പോലെ ഈ കുടുംബം നന്നാക്കാൻ നിങ്ങൾ എന്തിനാ മൊയ്ലേരെ ഇങ്ങോട്ട് ഒന്നുകൂടെ ചോദിച്ചു. നിങ്ങൾ നമ്മൾ ഇതിനൊന്നും ആക്കിയിട്ടില്ലല്ലോ എന്നറിയും. അതുകൊണ്ട് നമുക്ക് നിവൃത്തിയൊന്നുമില്ല. പക്ഷേ മഹല്ല് സംവിധാനത്തിൽ ഒരു നേതൃത്വത്തിന് കീഴിൽ അനുസരിച്ച് നിൽക്കാൻ ആളുകൾ ബാധ്യസ്ഥരാണ്. ആ ബാധ്യത ആളുകൾ നിറവേറ്റുമെങ്കിൽ വകുപ്പിതാണ്. ഈ വകുപ്പ് പ്രകാരം മുന്നോട്ട് നീങ്ങുന്ന ഒരു കൂട്ടത്തിൽ നാട്ടിൽ നടക്കുന്ന മയക്കുമരുന്നുകളെയും മറ്റൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അള്ളാന്റെ റസൂലിന്റെ മാതൃക ഉൾക്കൊണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇതൊക്കെ പരിപാലിച്ചിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും വെളിപ്പെടലിൽ നമ്മുടെ ചെറുപ്പക്കാരുടെ മുമ്പിലൊക്കെ ഉണ്ടായാൽ അതുണ്ടാക്കുന്ന പ്രശ്നം ആലോചിക്കണ്ടേ? പ്രശ്നങ്ങൾ ആലോചിച്ച് നോക്കി. മിക്ക ചെറുപ്പക്കാരുടെയും മനസ്സിലുള്ള പ്രശ്നം മനസ്സിന് ബലമില്ല എന്ന് തന്നെയാണ്. വിശ്വാസത്തിന്റെ ബലമില്ല, നേതൃത്വത്തിന്റെ തനിയില്ല. അവർ പ്രതീക്ഷിക്കുന്ന ഉപദേഷ്ടാക്കളിൽ നിന്ന് ഉപദേശം കിട്ടുന്നില്ല. അവർ തലോടേണ്ടവർ തലോടുന്നില്ല. അവർ ആശ്വസിപ്പിക്കേണ്ടവർ ആശ്വസിപ്പിക്കുന്നില്ല. കാര്യം എന്ത് കുറ്റം? ഒന്നാകെ സമൂഹത്തിന്റെ മൊത്തം കുറ്റമാണ്. ഉപദേശിക്കുന്നവർക്ക് പേടിയാണ്, സമാശ്വസിപ്പിക്കുന്നവർക്ക് പേടിയാണ്. തലോടാൻ വേണ്ടി ഓപ്പന്റെ തലയിൽ തോണ്ടാൻ വേണ്ടി ചിലപ്പോൾ മനസ്സിലും അത് വിചാരിച്ചപ്പോ നമ്മളതിന് നടക്കുവോ? ഈ മനോഭാവം കൊണ്ട് ആരും അതിന് നടക്കൂല. പക്ഷേ അതിന്റെ കുറവെല്ലാവർക്കും ഉണ്ട്. ഞാനിത് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയാം. കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ ഞാൻ എന്റെ ഒരു സഹോദരൻ, മാനസികമായി പ്രയാസപ്പെടുന്നൊരു സഹോദരൻ, മാനസിക ഗുളികൾ എമ്പാടും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ, വല്ലാതെ വന്ന് സങ്കടം പറഞ്ഞ് കുടുങ്ങിയല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോ തലയിലൊന്നിങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ ഉഴിഞ്ഞിട്ട് ഞാൻ മന്ത്രിക്കണ നേരത്തൊന്നും ഇങ്ങനെ ഉഴിഞ്ഞുപോയി. ഈ ഉഴിച്ചിലിങ്ങനെ കൊള്ളേണ്ടത് പരമാർത്ഥം കുലുങ്ങി കുലുങ്ങി പുതുങ്ങി പുതുങ്ങി പുതുങ്ങിയത് കരഞ്ഞു ഈ ചെറുപ്പക്കാരൻ. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇതൊരു ചെറുപ്പക്കാരന്റെ മനോഭാവമല്ല. ഇവിടെ നാം കാണുന്നത് മന്ത്രത്തിന്റെ ഫലമല്ല. എന്റെ മന്ത്രത്തിന്റെ ഊക്കല്ല അവിടെ കണ്ടത്. എന്റെ കൈ വെച്ചിങ്ങനെ തടകിയപ്പോൾ ആ ചെറുപ്പക്കാരൻ ആലോചിക്കുകയായിരുന്നു, ഇങ്ങനെ ഒന്ന് തടകാൻ. ചെറുപ്പക്കാരന് ബാപ്പല്ല അമ്മല്ല, എന്തെങ്കിലും അതാ അവസ്ഥ. ബാപ്പ ഉമ്മ ഉണ്ടായിട്ടെന്താ? ഒരാശ്വാസത്തിന്റെ വാക്ക് ബാപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് തലോടൽ ഇന്നത്തെ മകന് കിട്ടുമോ? കിട്ടൂല. കിട്ടാൻ ഉത്തരവാദി കൊടുക്കാൻ മകൻ ബാപ്പയും ഉമ്മയും തയ്യാറായിട്ടില്ല. എന്റെ മോനെ എന്നറിഞ്ഞ് ഉമ്മ കൊടുക്കാനോ ഉമ്മൊന്ന് മുത്തം കൊടുക്കാനോ തിരിഞ്ഞാല് അതൊക്കെ എന്നൊരു ഷെയ്മ. ആ ഉമ്മാനെ ആർക്കും വേണ്ട, മനുഷ്യന്റെ അടി കൊണ്ടുപോകാൻ പറ്റൂല എന്ന് പറയും അല്ലേ? ഇത് നമ്മുടെ സമൂഹത്തിന്റെ കുറച്ചിലാണ്. സമൂഹത്തിന്റെ പരിവർത്തനം മാറിപ്പോയി. സമൂഹം ആകെ മുഖം മാറിപ്പോയി. പക്ഷേ ഒരാശ്വാസത്തിന്റെ കമ്മിയില്ലേ? ഉപദേശത്തിന്റെ കമ്മിയില്ലേ? ഒരു ഗുണകാംക്ഷയുടെ കമ്മിയില്ലേ? ശരിക്കും ഗുണകാംക്ഷിക്കുന്നവരാരെനിക്ക് ആരുമില്ലെന്ന് എല്ലാവർക്കും തോന്നുന്നില്ലേ? എല്ലാവർക്കും അവനാന്റെ കാര്യം, തന്റെ തന്നെ കാര്യം, എന്റെ കാര്യത്തിൽ എനിക്ക് വേണ്ടി ചിന്തിക്കുന്നവരാണെവിടെ? ആരെങ്കിലും ഒരാൾ ചിന്തിച്ചു പറഞ്ഞു കൊടുത്താലും സമ്മതിക്കാൻ സമൂഹം തയ്യാറല്ല. സമൂഹം ചിന്തിക്കുന്നത് അവനെന്തോ ദുഷ്ട താല്പര്യം കാണും,
അയാൾക്ക് എന്തെങ്കിലും ഒരു താല്പര്യമില്ലാതെ അയാൾ ഇപ്പൊ ഇതിന് പറയില്ല. അങ്ങനെ ചിന്തിക്കാം. ഇങ്ങനെയായി മാറിപ്പോയി. ഇത്തരം ഒരവസ്ഥയിൽ ഒരു ചെറിയ കയറിന്റെ കക്ഷത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കിട്ടുന്ന ഒരു ഗുളികയിലോ അല്ലെങ്കിൽ അവൻ വായിച്ച് കാണുന്ന ഏതെങ്കിലും ഒരു വസ്തുവിലോ അല്ലെങ്കിൽ അവൻ ദൃശ്യമാധ്യമങ്ങളിലോ കാണുന്ന ഏതെങ്കിലും സീരിയലുകളിൽ അവന് വെളിപ്പെടുന്നതായ ഏതെങ്കിലും ഒരു ദുഷിച്ച ഇടപാടിലോ അവനവന്റെ ജീവിതം ഒടുക്കുന്നു. അവൻ കുടിച്ചിട്ടൊരൽപ്പം മയങ്ങുന്നു. അവൻ പുകച്ചിട്ടോ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടോ തെല്ലു സമയത്തെങ്കിലും ആശ്വാസത്തിന് വേണ്ടി വെമ്പുന്നു. ഇതെല്ലാം ഇന്നത്തെ ചെറുപ്പക്കാരന്റെ മനസ്സ്, ഇതെല്ലാം ചെറുപ്പക്കാരന്റെ മാനസികാവസ്ഥ. മനഃശാസ്ത്രപരമായി ചിന്തിച്ചാൽ മിക്കവാറും ഇതല്ലേ പ്രശ്നം. സുഖിക്കാനല്ല, അതുകൊണ്ടൊന്നും കിട്ടാനല്ല. പലപ്പോഴും പലരും പലതും പറയുകയാണ്. ലൈംഗിക സുഖത്തിന് വേണ്ടിയിട്ട് അടിക്കുന്നവരുണ്ട്. ശരിയായിരിക്കാം. എന്താ കുഴപ്പം? ലൈംഗിക സുഖമില്ല എന്നൊരു മനോവേദന അവർക്ക് തോന്നുന്നുണ്ട്. കുഴപ്പം അതാണ്. എന്റെ അടുത്തൊരു ചെറിയ കുഴപ്പമുണ്ട്, ഞാനൊരു സാധുവാണ്. അല്ലാണ്ട് തോഫിക്കൊണ്ട് മിക്ക മനുഷ്യന്മാർക്കും വെറും തോന്നല. എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇതിനൊക്കെ കഴിയുള്ളൂ. അതൊന്നാകെ എല്ലാ ചെറുപ്പക്കാരും വലിയൊരു മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ഓരോരുത്തരും മനസ്സിലാക്കുന്നത് എല്ലാവരും സുഖത്തിലാണ്, ഞാൻ മാത്രം ഇങ്ങനെ, എന്റെ മാത്രം പ്രശ്നം എങ്ങനെയാ? സ്വകാര്യ അറയിലെ പ്രശ്നം എല്ലാ മനുഷ്യന്റെയും പ്രശ്നം ഒന്നാണ്. കുടുംബത്തിലെ കെട്ടുബന്ധത്തിന്റെ പ്രശ്നം എല്ലാ മനുഷ്യന്റെയും പ്രശ്നം ഒന്നാണ്. മക്കളുടെ പ്രയാസം എല്ലാവരുടെയും പ്രശ്നം ഒന്നാണ്. മക്കൾ തമ്മിലുള്ള യോഗ്യമില്ലായ്മ എല്ലാ വീട്ടിലും പ്രശ്നമൊന്നാണ്. എല്ലാ വീട്ടിലെയും ഈ പ്രശ്നങ്ങൾ പക്ഷേ സ്വന്തത്തിന്റെ മാത്രം പ്രശ്നമായിട്ട് എനിക്ക് മാത്രമുള്ള ഒരനുഭവമായിട്ട് ഓരോരുത്തരും കാണുമ്പോൾ അവൻ മനസ്സിലാക്കുകയാണ്, ഞാൻ മാത്രം ഒറ്റ, എനിക്കെന്താണ് ഒരു വേദന, ഈ വേദന തീർക്കാൻ എന്താണ് ഒരു മാർഗം, എനിക്കെന്തൊരു പരീക്ഷണം, വിശ്വാസിയായിട്ട് ഫലമില്ല, തൽക്കാലം അത് സമാധാനിപ്പിക്കാൻ, ഈ അസ്വാസ്ഥ്യം ഇല്ലാതാക്കാൻ, മനസ്സിന്റെ അകത്തുള്ള വിറയിൽ പോക്കാൻ, ഹൃദയത്തിന്റെ അകത്തിൽ നിന്നുള്ള ചൊറിച്ചിൽ പോക്കാൻ, അവന്റെ മനസ്സാക്ഷിയിലുള്ള കുത്തുകളും നോവുകളും തൽക്കാലം ആശ്വസിപ്പിക്കാൻ എന്ത് കിട്ടുമെന്നവൻ ചിന്തിക്കുന്നു. ഒരു കുപ്പി മരുന്നിലോ ഒരു ചെറിയ ഗുളികപ്പൊട്ടിലോ മറ്റെന്തെങ്കിലും ഒരു വസ്തുവിലോ അവൻ പരിഹാരം കണ്ടെത്തുന്നു. ചിലർ അവസാനത്തെ പരിഹാരം കണ്ടെത്തും, ജീവിതം അങ്ങ് കഴിക്കും. അല്ലാഹു അത്തരം ദുരനുഭവങ്ങളിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നല്ലവരല്ല. ഇത്തരം ഒരവസ്ഥയിൽ എന്റെ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഒരു കൂട്ടുജീവിതത്തിന് പ്രസക്തിയുണ്ട്, ഒരു സാമൂഹിക കൂട്ടായ്മയ്ക്ക് പ്രസക്തിയുണ്ട്. ഒരു മഹല്ലിൽ ആ മഹല്ലിലെ ആളുകൾ പരസ്പരം അറിയാനും പരസ്പരം പ്രശ്നങ്ങൾ പരിഹരിക്കാനും പരസ്പരമുള്ള കൂട്ടാളികളെ സംബന്ധിച്ച് മനസ്സിലാക്കാനും ഒരു സൊസൈറ്റിയിലുള്ള ഒരു യുവജനത്തിന്റെ ഫെഡറേഷൻ, സുന്നി യുവജന ഫെഡറേഷൻ പോലുള്ളൊരു ഫെഡറേഷൻ, ആ ഫെഡറേഷന്റെ പ്രവർത്തകന്മാർ മാസാന്തമോ ആഴ്ചാന്തമോ കൂടുന്ന പ്രവർത്തകന്മാർ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് യോഗം കൂടുന്ന പ്രവർത്തകന്മാർ, അവന്റെ വീട്ടിലെ പ്രശ്നം, സ്വന്തത്തിന്റെ പ്രശ്നം, അവന്റെ ഭാര്യയുടെ പ്രശ്നം, മക്കളെ പ്രശ്നം, അവന്റെ അമ്മായിമാരുടെ പ്രശ്നം, അവന്റെ മറ്റു പ്രശ്നം, തമ്മിൽ ആലോചിച്ചുകൊണ്ടും തമ്മിൽ പ്രയാസങ്ങൾ വെച്ചുകൊണ്ടും ഇതവർക്ക് പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന, അവർ പൊരുത്തപ്പെടുന്ന അവരുടെ നേതൃത്വത്തിന്റെ മുമ്പിൽ പ്രശ്നമിട്ടുകൊണ്ട് അതിനൊരു പരിഹാരം തേടാനും ആശ്വാസവാക്കുകൾ ലഭിക്കാനും ഉപദേശങ്ങൾ തേടാനും പറ്റുന്ന ഒരു സൊസൈറ്റി ജീവിതം ഇന്ന് വാസ്തവത്തിൽ ആവശ്യമില്ലേ? സുഖിക്കാൻ മാത്രമുള്ള സൊസൈറ്റിയല്ല, ആസ്വദിക്കാൻ മാത്രമുള്ള സൊസൈറ്റിയല്ല, നൃത്തസംഘത്തിന് മാത്രമുള്ള സൊസൈറ്റിയല്ല, അടിച്ചാടാൻ വേണ്ടി മാത്രമുള്ള സൊസൈറ്റിയല്ല, ഇരുട്ടിന്റെ മറവിൽ മാത്രം കാണുന്ന സൊസൈറ്റിയല്ല, കുറ്റിക്കാടുകളിലും കൊന്തക്കാടുകളിലും മാത്രം കാണുന്ന സൊസൈറ്റിയല്ല, ആൾതാമസമില്ലാത്ത വീടുകളിൽ മാത്രം കാണുന്ന സൊസൈറ്റിയല്ല. ഏത് സൊസൈറ്റി? ഒരു മുസ്ലിം സൊസൈറ്റി, ശരിയായ സൊസൈറ്റി. അത്തരം ഒരു സൊസൈറ്റിയുടെ ശരിയായ അഭാവം നമ്മുടെ മഹല്ലുകളില്ലേ, നമ്മുടെ സമൂഹത്തിലില്ലേ? എന്റെ ചെറുപ്പക്കാരാലോചിക്കണം, വലിയവരും ആലോചിക്കണം. ആലോചിക്കേണ്ട പ്രശ്നമാണിത്. എല്ലാവരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഒരു തവണ ഇൻസാന്റെ ഇൻസാനിയത്തിലുണ്ട്. ഇൻസാൻ, ആ ശബ്ദം നോക്കൂ നിങ്ങൾ. ഏകാന്തത വെറുക്കുകയും കമ്പനിയും കൂട്ടുജീവിതവും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ജീവി, ഇതാണ് എന്റെ ശരിയായ പദാർത്ഥം. ഊസ് എന്ന വാക്ക് വഹ്ദത്ത് എന്ന വാക്കിന്റെ മാറ്റാം. വഹ്ദത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടൽ എന്ന് തോന്നൽ, ഒറ്റപ്പെട്ടു എന്ന് തോന്നൽ, ഞാൻ ഒറ്റയാണെന്ന് തോന്നൽ. പിന്നെ ആർക്കും വേണ്ട, എന്റെ അമ്മാക്കും വേണ്ട, ഒരു ജീ പറഞ്ഞാൽ മതി, നമ്മാക്കും വേണ്ട. പെണ്ണുകളിൽ നിങ്ങളെന്താ ഇങ്ങനെ എഴുതും അല്ലാത്ത മനുഷ്യൻ, ഓ പിന്നെ വേണ്ട തേക്കണം.
വയസ്സായ പിന്നെ പറയും വേണ്ട ഊക്കിന് തിരിയാൻ വേണ്ട കേൾക്കണം. പിന്നെ ഒക്കെ വായിച്ച അപ്പുറത്തേക്ക് പോയതാ. ഈ വായനയെ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. വായിക്കാൻ നമ്മൾ കുറെ പഠിച്ചിരുന്നത്. പക്ഷെ വായന എങ്ങനെയാ? യേശുവിന്റെ വായന ദുഷിച്ച വായന, സതുദ്ദേശപരമായ വായനയല്ല. ഗുണകാംക്ഷയുടെ കമ്മിയാണ്. എല്ലാവർക്കും എല്ലാവരെയും ശങ്കയാണ്. എല്ലാവർക്കും എല്ലാവരെയും ചതിക്കുമെന്ന് പേടിയാണ്. പാപ്പയുടെ ഉപദേശിച്ചാൽ മക്കൾക്ക് പെരും. പാപ്പാക്ക് എന്തോന്നുണ്ട് കണ്ടപ്പോ വാപ്പാക്ക്. പെണ്ണുങ്ങൾ പറഞ്ഞു കൊടുത്താൽ രക്ഷല്ല, മക്കൾ വാപ്പാക്ക് പറഞ്ഞു കൊടുത്താൽ രക്ഷല്ല, സുഹൃത്തുക്കൾ പറഞ്ഞാൽ ഒട്ടും രക്ഷല്ല, പലരും മൂലരും പറഞ്ഞാൽ പിന്നെ പറയും വേണ്ട. ഈ ഒരവസ്ഥയിൽ ആർക്കും ആരെയും ശങ്കയും എല്ലാവർക്കും എല്ലാവരെയും വിശ്വാസക്കമ്മിയുമായാൽ ആരാണ് ആരെ സഹായിക്കുക? ഇതല്ലേ പ്രശ്നം. ഈ പ്രശ്നത്തിലാണ് ശരിക്കും വഹ്ദത്ത് എന്ന ഏകാന്തതയും ഒറ്റപ്പെടലിന്റെ ചിന്തയും പോക്കിയിട്ട് എനിക്കാളുണ്ട്, എന്റെ അടുത്ത് ആളുണ്ട്, ഞാനൊരു കൂട്ടുജീവിയാണ് എന്ന സാമൂഹികമായ സുരക്ഷിതത്വത്തിന്റെ ഉല്ലാസം. ഇതാണ് ഊൻസ് എന്ന വാക്കിന്റെ അർത്ഥം. ഊൻസ് ആള് കൂട്ടിനൊന്നായിട്ടുണ്ടാവുമ്പോ ഒന്നിച്ചിരിക്കുമ്പോ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമല്ലോ, ഒരു സുഖം. ആ സുഖം തന്നെ ഹജ്ജിനങ്ങോട്ട് പോയാൽ ഇതാരാജി ഇപ്പൊ ഹജ്ജ് കഴിഞ്ഞുകൊണ്ടിരിക്കുക. ഹജ്ജിനങ്ങോട്ട് പോയാൽ ലക്ഷങ്ങൾ കൂടുമ്പോ ആ റൂമിലെല്ലാരും കൂടി കുത്തിരുന്നാലും കുറെ പറഞ്ഞിട്ട് തീർക്കാണ്ടല്ലോ രസം. അപ്പൊ നിങ്ങളൊരു മണിക്കൂർ നേരം മൂപ്പരടുത്തൊന്ന് പോയി ഇരുന്ന് നോക്കാനി. എന്നിട്ട് അവിടെ പോയ കതി ഇപ്പുറത്ത് പോയ കതി ഇപ്പുറത്ത് നമുക്ക് ബോറടിക്കും. നമുക്കിപ്പോ ബോറ ഒരാൾക്ക് കേൾക്കാൻ പറ്റില്ല. നമ്മള് ഒരു 10 മിനിറ്റ് വരെ ഒരു മനുഷ്യന്റെ വർത്താനം പറഞ്ഞിരിക്കുന്നത് കേൾക്കാൻ നമുക്ക് തയ്യാറുണ്ടോ? ഇവിടെയാണ് പ്രശ്നം. ഒരാൾക്ക് വേണ്ടി 10 മിനിറ്റ് പറഞ്ഞു കൊടുക്കാൻ ഒരാളും തയ്യാറല്ല. പറഞ്ഞാൽ അത് കേൾക്കാൻ ഒരു മനസ്സുമില്ല. എല്ലാവർക്കും എല്ലാവരുടെ കാര്യവും ധൃതി. ഇതാണ് പ്രശ്നം. നേരെ മറിച്ച് ഒരു മണിക്കൂർ ഹജ്ജ് കഴിഞ്ഞ് വന്ന ഒരു ഹാജിയുടെ മുമ്പിൽ അയാളുടെ ഹജ്ജിന്റെ അനുഭവങ്ങൾ പറയാനുള്ള ഒരു അവസരം കൊടുത്താൽ അതൊന്നും ഒരു ബപ്പത്തരല്ല, വലിപ്പത്തരല്ലത്. അനുഭവിച്ച അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാൻ ഒരു പൂതി ഉണ്ടാവില്ലേ? അത് ആർക്കും ഉണ്ടാകും. അങ്ങനെ പങ്കുവെച്ചിട്ടൊരു മണിക്കൂർ ആളുമായിട്ട് പെരുമാറുമ്പോൾ കിട്ടുന്ന മാനസിക സുഖത്തിനുള്ള അറബ് ശബ്ദമാണ് ഊൻസ്. ഊൻസ് മനസ്സിലായത്? ഇതേപ്പോ നാടിന് വന്നാൽ മനസ്സിലാവൂ. വേറെ അർത്ഥമൊന്നും പറഞ്ഞാൽ തിരിയില്ല. ഊൻസ്. അപ്പൊ സാമൂഹ്യ ജീവിയായ മനുഷ്യൻ അവന്റെ സാമൂഹിക കൂട്ടായ്മയുടെ പേരിൽ, കൂട്ടുജീവിതത്തിന്റെ പേരിൽ അനുഭവിക്കുന്ന മാനസികമായ സുരക്ഷിതത്വബോധം, സന്തോഷം, ഉല്ലാസം. ഈ ഉല്ലാസം ഇഷ്ടപ്പെടുന്ന ജീവിയാണ് ഇൻസാൻ. ഉൻസിനെ ഇഷ്ടപ്പെടുന്ന ജീവി ഇൻസാൻ. അതിന് പിടിച്ചതാ പദം. ഈ പദമുള്ള നമുക്ക് ഇത്തരം ഒരു സൊസൈറ്റിയുടെ അഭാവമില്ലേ? എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ ഒന്നിച്ചു ഉണരൂ. SYF എന്ന് പറയുന്നത് ഇതിനെല്ലാം ഉള്ളതാണ്. ഒരു വിശ്വാസത്തിൽ കോർക്കപ്പെട്ട വിശ്വാസികൾ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉമ്മയും ബാപ്പയും പെറ്റ മക്കൾക്ക് പറയുന്ന ഏറ്റവും ഉയർന്ന വാക്കാണ് അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിടെ ഉപയോഗിച്ച വാക്ക് ഇഖ്വ. വാസ്തവത്തില് ഇഖ്വ എന്ന് പറഞ്ഞാൽ ഉമ്മയും പാപ്പയും പെറ്റ മക്കൾ എന്നായിരുന്നു. നേരെ മറിച്ച് ഇഖ്വ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയല്ല. മറിച്ച ഇഖ്വ എന്ന് പറഞ്ഞാല് ഞങ്ങൾ കൂട്ടുകാര്, കാരക്കാപ്പറമ്പേര്, സ്കൂളിലൊപ്പം പഠിച്ചോല്, സ്കൂളിലൊപ്പം പഠിച്ചോല്, മദ്രസിലൊപ്പം പഠിച്ചോല്, വിശ്വാസത്തിലൊന്നായിരുന്നു നമ്മൾക്ക് പറയാനുള്ള വാസ്തവത്തിലെ വാചകം ഇഖ്വ എന്നാണ്. ആദർശത്തിന്റെ സഹോദരന്മാർ, കൂട്ടുജീവിതക്കാർ എന്ന്. പക്ഷേ ഇഖ്വ പറയലപ്പോഴാ അമ്മയും പാപ്പയും പെറ്റ സഹോദരന്മാർ. ഉമ്മാക്കും പാപ്പാക്കും ശരിക്കും ഒടപ്പറന്നവരുന്ന് നമ്മളെ മലയാളം ഒടപ്പറന്നവർ എന്ന അർത്ഥമുള്ള വാക്കാണ് ഇഖ്വ. അതാണല്ലോ ഉപയോഗിക്കുന്നത്. ഇന്നമൽ മുഅ്മിനൂന, അല്ലാഹുവും റസൂലും നിങ്ങളെ തമ്മിൽ കോർത്താൽ, സത്യദൈവത്തിൽ നിങ്ങൾ വിശ്വസിച്ചാൽ, അവന്റെ റസൂലിലും റിസാലത്തിലും നിങ്ങൾ വിശ്വസിച്ചാൽ, പരലോകത്തിൽ നിങ്ങൾ വിശ്വസിച്ചാൽ, ആ നബി നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യം സത്യസന്ധമാണെന്ന് നിങ്ങൾ ബോധിച്ചാൽ, ആ ബോധ്യപ്പെട്ട സത്യവിശ്വാസികൾ ഇഖ്വ ഉടപ്പറന്ന സഹോദരന്മാരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ സാഹോദര്യം നമ്മൾ ഉണ്ടാക്കണം. അതിന് സംഘടന പറ്റും. ഒരു ഘടനയുടെ അടിസ്ഥാനത്തിൽ സംഘടിക്കുന്ന ചെറുപ്പക്കാർക്ക് ആ സൗകര്യം കിട്ടും. അവർക്ക് നേതൃത്വമുണ്ട്, ബലമുള്ള നേതൃത്വം കാണും. ഭാഗ്യവശാൽ നമ്മുടെ ഈ പ്രദേശം ബഹുമാനപ്പെട്ട നമ്മുടെ അഭിവന്ദരായ വഫാത്തായ ശൈഖുനായ കൊണ്ട് ധന്യമായ പ്രദേശമാണ്. ചെറിയ ഭാഗ്യമല്ലത് നമുക്ക്. വിലമാക്കളുടെ പദവിയിൽ പോയിച്ചാലേ ഇത് മനസ്സിലാകുള്ളൂ. ഉലമാക്കളുടെ കൂട്ടം ലൗഖീല മിമ്മ ഇസ്തിദിൽ ഉലമായി അയ്യുകുമു അഖമ്മു ഇൽമൽ ലഖാലു സ്വദഖത്തുല്ലാഹി. ഒരു മഹാനായ പണ്ഡിതൻ, ഒരു വലിയ പണ്ഡിതൻ ബഹുവന്ദരായ ശൈഖുനെ പ്രകീർത്തിച്ചുകൊണ്ട് അവസാനം വരെ ലഖാലു സ്വദഖത്തുല്ലാഹി എന്ന് സദഖത്തുല്ലാഹി സദഖത്തുല്ലാഹി എന്ന് വാചകം പറഞ്ഞ് മുഴുമിച്ച ഒരു പദ്യത്തിലെ ഒരു വാക്യമാണിത്. ലൗഖീല
من معشر العلماء أيكم أتم علما لقالوا صدقة الله. ഉലമാക്കന്മാരുടെ ലോകത്തെ ഉലമാക്കന്മാരുടെ സഭ, ആ സദസ്സിൽ പോയിട്ട് നിങ്ങളിൽ ആരാണോ പൂർണ്ണമായ ഇൽമുള്ള ആൾ, എല്ലാ ഫന്നിലും തികഞ്ഞ ഇൽമുള്ള ഒരു വിദ്വാനാരെന്ന് ചോദിച്ചാൽ അവർക്ക് മറുപടി പറയാൻ മറ്റൊരാളെ കാണൂല. ലഖാലൂ സ്വദഖത്തുല്ലാഹി, അവർ ഒന്നിച്ചു പറയുക ആ നാമം മാത്രമായിരിക്കും, മറ്റൊരു നാമം അവർക്ക് പറയാൻ പറ്റൂല എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ശിഷ്യന്മാരായ ഉലമാക്കൾ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ശൈഖുനായുടെ വ്യക്തിത്വം അറിയുന്ന ഏത് സംഘടനയിൽപ്പെട്ട ഏത് വിഭാഗത്തിൽപ്പെട്ട ഉലമാക്കളെ പറ്റി ഒന്ന് ചോദിച്ചോ, പണ്ഡിത നേതൃത്വത്തോട് ചോദിച്ചോ, വണ്ടൂരിലെ ബുദ്ധികളോട് ചോദിച്ചിട്ട് കാര്യമല്ല. അവർക്കതറിയില്ല, സമ്മതിക്കാനും നിവൃത്തിണ്ടാവില്ല. ഇതൊന്നും അറിയാത്ത ഏതെങ്കിലും നാട്ടിലുള്ള ഏത് നാട്ടിലെ ഉലമാക്കളോട്, ഏത് പാർട്ടിയിലെ ഉലമാക്കളോട്, ഏത് വിഭാഗത്തിലെ നേതൃത്വത്തോട് ചോദിച്ചോ, പാണ്ഡിത്യ തികവുള്ള തികഞ്ഞ പാണ്ഡിത്യമുള്ള ഒരാളുമായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിലെന്ന് ചോദിച്ചാൽ ആ പേരെ പറയൂ. ആ കാവ്യരുടെ അനുയായികളെയാണ് നമ്മളെ. ആ കാവ്യാരി ഇന്നെങ്കിലും രൂപീകരിച്ച സംഘമാണ് സുന്നി യുവജന ഫെഡറേഷൻ. ഇതിലും വലിയൊരു ഭാഗ്യം നമുക്ക് എന്താ കിട്ടാൻ? അത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ബാധ്യത ഈ പ്രദേശത്ത്, ഈ നാട്ടിലെ മഹാനരെ സ്നേഹിക്കുന്ന, ദീനിനെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാർക്കില്ലേ? അതിന് വളം നൽകാൻ, അവരെ പോഷിപ്പിക്കാൻ, അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകാൻ, അവരെ സഹായിക്കാൻ, അവരുമായി സഹകരിക്കാൻ, അവരുടെ സഹകരണം ഇങ്ങോട്ടും നേടാൻ ഇവിടത്തെ കാരണവന്മാർക്ക് ബാധ്യതയില്ലേ? തീർച്ചയായും ഉണ്ട്. ഇവിടെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ ശൈഖുനായുടെ ആ ജീവിതവും ശൈഖുനായുടെ ആ പ്രത്യേകതയും ആസ്വദിക്കാൻ ഭാഗ്യം കിട്ടിയവർ എന്ന നിലയ്ക്ക് കാണാത്തവരും മനസ്സിലാക്കാത്തവരും ആ വ്യക്തിത്വം മനസ്സിലാക്കാൻ കഴിയാത്തവരൊക്കെ നമ്മൾ ചെറുപ്പക്കാരിൽ കാണും. പക്ഷെ നമ്മക്കൊക്കെ ജീവിതമൊക്കെ എങ്ങനെയാണെങ്കിലും എന്നുള്ളൊരു തിരിവുണ്ടല്ലോ, ആ തിരിവ് പ്രകാരം തിരിയുന്നവരെങ്കിലും ആ സംഘം ഇവിടെ സുന്ദരമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘത്തിന്റെ കീഴിൽ, ആ സംഘത്തോട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ചെറുപ്പക്കാർ നിലകൊള്ളണം, പ്രവർത്തിക്കണം, സഹകരിക്കണം. വെറുതെ ഉറങ്ങിയിട്ടല്ല, ആഹാരത്തിലേക്ക് എന്തെങ്കിലും വേണം. ബഹളം വെക്കാനാണ് നമുക്ക് കൂലിട്ടെങ്കിൽ ആ ബഹളം ദീനിനു വേണ്ടിയാകട്ടെ. മുദ്രാവാക്യം വിളിച്ചിട്ടാണ് നമുക്ക് കൂലി കിട്ടുകയെങ്കിൽ, നമ്മുടെ വാസനയെങ്കിൽ അത് അള്ളാന്റെ ദീനിനു വേണ്ടിയുള്ള മുദ്രാവാക്യമാകട്ടെ. നോട്ടീസ് ഒട്ടിച്ചിട്ടാണ് അള്ളാഹു തആലാന്റെ അടുക്കൽ ഒരു കൂലി നേടാൻ നമുക്ക് കഴിയുന്നുള്ളെങ്കിൽ അത് അള്ളാന്റെ ദീനിന്റെ സംഘത്തിന് വേണ്ടിയാവട്ടെ. ഇതിലെന്താ സംശയം? ഇതിൽ നിങ്ങൾ എന്തിനു സംശയിക്കണം? അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള ഏതൊരു പ്രവർത്തനത്തിലും കൂലിയുണ്ട്. ആ നേതാവിനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ വേണ്ടി ഒട്ടിക്കുന്ന പോസ്റ്ററിന് വേണ്ടി ഓടുന്ന ചെറുപ്പക്കാരൻ, അതിന് ചെലവഴിക്കുന്ന ഒരു ഊർജം, അതോടൊപ്പം നമ്മളെ SDF നോട്ടീസ് ഒട്ടിച്ചാൽ ഒന്ന് ദീനിന്റെ സംഘടനയ്ക്ക് വേണ്ടിയുള്ള ഒട്ടിക്കാനുള്ള പരിശ്രമമാണ്, മറ്റൊന്ന് ദുന്യാവിന് വേണ്ടിയുള്ള പരിശ്രമമാണ്. ഒരു നേട്ടം നമുക്ക് കിട്ടൂലേ ദീനിനു വേണ്ടിയുള്ള പരിശ്രമം? ഇത്തരം ഒരു പരിശ്രമം മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൂട്ടായ്മ, ആഴ്ചയിലെ കൂടൽ, മാസത്തിലെ കൂടൽ, എപ്പോഴെങ്കിലുമുള്ള കൂടൽ, എന്നിട്ടുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങളോടൊപ്പം നമ്മളിലുള്ള ചെറുപ്പക്കാരിലുള്ള മോശപ്പെട്ട വാസനക്കാരെ, വീടിൽ നിന്ന് അകറ്റപ്പെട്ടവരെ, കുടുംബത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരെ, തൊഴിലില്ലാത്തവരെ, വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എവിടെയെങ്കിലും എത്താത്തവരെ, വിസയ്ക്ക് മോഹമുണ്ടായിട്ട് പോകാൻ മോഹമുണ്ടായിട്ട് ആകാത്തവരെ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ ആരാഞ്ഞിട്ട് ആ പ്രശ്നങ്ങൾക്ക് കൂടെ സഹായിക്കാൻ കഴിയുമെങ്കിൽ പരസ്പരം സഹായിക്കാൻ കഴിയാതെ മനസ്സിൽ പുണ്ണാക്കി നടക്കുന്ന ബേജാറുള്ള പ്രശ്നമുണ്ടെങ്കിൽ അവർ തമ്മിൽ ചർച്ച ചെയ്ത് അവ പരസ്പരം കൈമാറി ഉപദേശിച്ച് തണുപ്പിക്കുക. എന്നിട്ടും പറ്റാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേതാക്കളുടെയും ഇഷ്ടപ്പെടുന്നവരുടെയും മുമ്പിൽ അവതരിപ്പിക്കാനുള്ള അവസരമുണ്ടാവുക. ഇതിനൊക്കെ ഒരു സംഘം വേണ്ടേ സൊസൈറ്റി? അതിന് ഇവിടത്തെ ചെറുപ്പക്കാർ തയ്യാറാവണം. മറ്റു നല്ല നല്ല കാര്യങ്ങളിലും ഇടപെടണം. മഹല്ലു സംവിധാനത്തിൽ പള്ളി, മദ്രസ ഇങ്ങനെ വിപുലപ്പെട്ട് വരികയാണെങ്കിൽ ചെറുപ്പക്കാരിങ്ങനെ വരുന്തോറും ജുമാക്ക് സ്ഥലം ഉണ്ടാവില്ല, പള്ളി വിപുലപ്പെടുത്തേണ്ടി വരും. ഇത് നമ്മുടെ ബാധ്യതയാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ എവിടെയും നടക്കും. മദ്രസ എല്ലാം നോക്കും. ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ കാരണവന്മാരുടെയും ചെറുപ്പക്കാരുടെയും എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള സഹായം. വളർന്നു വരുന്ന നമ്മുടെ ചെറുപ്പക്കാർ മദ്രസയിലൊന്നും പഠിച്ച കുട്ടികളില്ല, ഇംഗ്ലീഷ് മീഡിയങ്ങളായിട്ട് പോവുക. ഇംഗ്ലീഷ് മീഡിയത്തിൽ പോണോക്കെ ഒരു സുഖമാണ്. അവിടെ മതമുണ്ട്, അവിടെ മറ്റേതുമുണ്ട്. ശരി തന്നെ ഈ മതം. അതൊന്നോ രണ്ടോ ബുക്കാ, ഏത് പാർട്ടിയാ നടത്തുന്ന പോലെ ബുക്ക്. ആ ബുക്ക് കഴിഞ്ഞതിന് ശേഷം അള്ളാന്റെ തൗഫീഖ് കൊണ്ടൊരു മുസാഹിബ് തോതാൻ ഈ പോകുന്ന കുട്ടികൾക്ക് കഴിയില്ലട്ടോ. അത് നിങ്ങൾ ചിന്തിക്കണം. ഇന്നത്തെ തലമുറ ആലോചിക്കണം. ഒരു മുസാഹിബ് തോതാൻ
ഏത് പാർട്ടുണ്ടാക്കുന്ന ബുക്കാണെങ്കിലും അവിടെ മുസാഹിബ് മദ്രസ ഓതിക്കൊടുക്കുന്ന 2 മണിക്കൂർ നേരത്തെ എല്ലാ ദിവസവും പഠിക്കുന്ന പഠനത്തിന്റെ പുണ്യം കിട്ടൂല. അറബക്ഷരം വായിക്കാൻ ഉച്ചാരണ സ്ഫുടതയോടുകൂടെ വായിക്കാൻ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസത്തിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ ടൈമില്ല. 3/4 മണിക്കൂറോ 1 മണിക്കൂറോ മതം പഠിപ്പിക്കാൻ ഉണ്ടെങ്കിൽ തന്നെ അവിടെ എങ്ങനെ പഠിപ്പിക്കാൻ ടൈമേയില്ല. അതിനൊരു മെത്തേഡ് ഉണ്ടാകും. ആ മെത്തേഡ് അനുസരിച്ച് പഠിപ്പിക്കണ്ടേ. അപ്പൊ അത്തരം ഒരു തലമുറ വന്നാൽ പാപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ ഒന്ന് നന്നാകണമെന്ന് തോന്നിയിട്ട് റമദാനിലൊന്ന് മുസാഹിബ് എടുത്തു നോക്കാം. അപ്പോഴൊക്കെ കണ്ണ് കലങ്ങുള്ളൂ, അപ്പോഴേ മനസ്സുരുകൊള്ളൂ. മുസാഹിബ് ഒന്ന് എടുത്തു നോക്കണ്ടേ. അള്ളാന്റെ കലാം അള്ളാഹ് ഇറങ്ങിയൊന്നും നമ്മളോട് സംസാരിക്കൂല. അള്ളാന്റെ റസൂലിലൂടെ നമുക്ക് ആ ശബ്ദം കേൾക്കാനാവൂല. നമ്മുടെ സ്വന്തം നാക്കിലൂടെ, നമ്മുടെ മനസ്സിലൂടെ, നമ്മുടെ കണ്ണുകൾ കൊണ്ട് അള്ളാന്റെ കലാമ് നോക്കിയിട്ട് വായിക്കാൻ മഹത്തായ അള്ളാഹുവിന്റെ കലാമ് നമ്മിലേക്ക് അള്ളാഹു താൻ ഇറക്കിത്തന്നിട്ട് എത്രയോ സുന്ദരമായ ആയത്തുകൾ അള്ളാഹു ഇറക്കിത്തന്നിട്ട് അതൊന്ന് ഓതാനുള്ളൊരു സന്മനസ്, അതിനുള്ളൊരു മനോഭാവം നമുക്ക് ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മൾ ഭാഗ്യദോഷികളാണ്. ഇത് വല്ലപ്പോഴും നന്നായിട്ടോ റമദാനിൽ വയലിട്ടിട്ടോ അള്ളാഹ് ഹിദായത്തിന്റെ വെളിച്ചം തരുമ്പോഴോ ആരെങ്കിലും ഒരു ആശീർവാദത്തിന്റെ പേരിലോ ഏതെങ്കിലും ഉമ്മാന്റെ ഒരു ദുആന്റെ പേരിലോ നമുക്കല്ല ഹിദായത്ത് തരുമ്പോ അന്നൊന്ന് നന്നാകണമെന്ന് തോന്നിയാൽ മുസാഹിബ് എടുത്താൽ കിട്ടുമോ കുട്ടികളെ? ഇതാണ് ഇന്നത്തെ തലമുറ വരുന്നത്. നമ്മളത് ആലോചിക്കേണ്ടേ. ഈ ഒരവസ്ഥയിലേക്ക് പോകുന്ന നമ്മൾ ഇതിനൊക്കെ ഒരു അറുതി വരുത്താനും മതപരമായ ചുറ്റുപാടുകളും വ്യവസ്ഥിതികളും നമ്മുടെ മഹല്ലിൽ നിന്നിരുന്ന നല്ല നല്ല കാര്യങ്ങളുമൊക്കെ ശരിയാക്കിയെടുക്കാനും ഐക്യം തകരാതെ കാക്കാനും പഴയ കാലത്തെ മഹല്ല് സംവിധാനത്തിന്റെ ഐക്യം മുഴുവൻ തകർത്തവർ അതൊക്കെ വാസ്തവത്തിൽ കുറ്റം പാർച്ചയാണ്. ഞങ്ങൾ പാർട്ടിക്കൊക്കെ ഒരു ജുമ, കൂട്ടക്കാർക്കൊക്കെ ഒരു ജുമ, ഞങ്ങൾക്കൊക്കെ ഒരു പള്ളി. ഈ ചിന്ത വന്നതാണല്ലോ ഇവിടെ ആകെ നാശം. ഒരു പ്രദേശത്ത് പള്ളികളൊക്കെ നിങ്ങൾ നോക്കി വെച്ച് പാർട്ടി പള്ളിയാണ്, സംഘം പള്ളി. ഈ സംഘം പള്ളിയുടെ സംവിധാനം ഒരു അത്താലിയുടെ നേതൃത്വത്തിലുള്ളൊരു മഹല്ല് ഈ സംവിധാനത്തെ തകർത്തതല്ലേ. ആദ്യം വിദേഹത്തെയാരാ തകർക്കുക? വിദേഹത്തെയാണ് വാസ്തവത്തിൽ ഇങ്ങനെ വരുന്ന നോക്കിയ വഹാബികള് ജമാഅത്തുകാര്. വഹാബികളും ജമാഅത്തുകാരും ഈ മഹല്ല് സംവിധാനത്തെയും കാലി സംവിധാനത്തെയും തകർത്തിട്ട് ഇപ്പൊ നേതൃത്വമല്ല, ഒരു മുസ്ലിം നേതൃത്വമല്ല, ഒരു മുസ്ലിം നേതൃത്വമല്ല. എന്ത് കുന്തം നേതൃത്വം? ആർക്കാര് നേതാവാകും? ആരാരെ സമ്മതിക്കും? എല്ലാവരും സമ്മതിക്കുന്ന വ്യക്തിത്വങ്ങളെ പോലും അംഗീകരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. പോകട്ടെ, ഒരു മഹല്ലിന്റെ അധിപൻ എന്ന നിലക്ക് ആ മഹല്ലിനെ നിയന്ത്രിക്കുന്ന ഒരു പണ്ഡിതനെ കീഴിലിരിക്കാൻ നമുക്ക് തയ്യാറില്ല. ഇതല്ലേ നമ്മൾ തകർത്തത്? ഇത് തകർത്ത കൂട്ടര് വന്നിട്ട് ആ മഹല്ല് മാതൃക മഹല്ല് സുന്ദര മഹല്ല് എന്നറിയുന്നത് അവർക്കൊന്നത് പറയാൻ അധികാരമില്ല. അത്തരം ആളുകൾ തകർത്തതുകൊണ്ട് വന്ന അനൈക്യവും ഛിദ്രതയും നാടിൽ നിന്നില്ലാതാക്കി. അള്ളാന്റെ അടുത്തെത്തുമ്പോ എന്തെങ്കിലും വേണം, അതിന് നമുക്കൊരു നേതൃത്വം വേണം. എന്തെങ്കിലും കാര്യം ചെയ്യുന്നത് ഒന്നെങ്കിലും നമുക്ക് ആഖിറത്തിൽ ഉപകാരപ്പെടുന്നത് വേണം എന്ന ചിന്തയോടുകൂടെ ഒരു ശരിയായ പണ്ഡിത നിരക്ക് കീഴിൽ അണിനിരക്കാനും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പരമ്പരാഗതമുള്ള വിശ്വാസം കാത്തുസൂക്ഷിക്കാനും കർമ്മമണ്ഡലം അതിനനുസരിച്ച് വികസിപ്പിക്കാനും ആഖിറത്തിന്റെ അമലുകൾ പ്രവർത്തിക്കാൻ ദീനിൽ സഹകരിച്ചുകൊണ്ട് വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, നിങ്ങൾ നൽകാര്യങ്ങളിൽ പരസ്പരം സഹകരിക്കുക എന്ന അല്ലാഹുവിന്റെ ആജ്ഞക്ക് നിർദ്ദേശത്തിന് വഴിപ്പെടുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപദേശിച്ചുകൊണ്ട് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും ഖൈറുകളും ഒരുക്കി തരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.